പ്രിയപ്പെട്ട പയ്യന്നൂർ ഡയറീസ് അംഗങ്ങളെ, ഇന്ന് ഡോക്ടർ ടി.പി. ശശികുമാർ നമ്മോടൊപ്പം ഒരു സായാഹ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും ഒരുപാട് വിദ്യാഭ്യാസ കൗൺസിലിങ്ങും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഡോക്ടർ ശശികുമാർ നമ്മളോടൊപ്പം ഇന്ന് ലൈവിൽ ചേരുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശമായിട്ടോ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തവർക്ക് നേരിട്ടോ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ്. ഈ പ്ലാറ്റ്ഫോം ശശികുമാറിനായിട്ട് ഹാൻഡ് ഓവർ. നമസ്കാരം ശ്രീധരട്ട. ഈ പയ്യന്നൂർ ഡയറീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു സ്കെച്ച് അയച്ചതിനും നമ്മൾ തമ്മിലുള്ള സൗഹൃദം എല്ലായ്പ്പോഴും പോലെ തന്നെ വളരെ ഗാഢമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ബന്ധമുള്ള കുറേ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ള ആളാണ് നമ്മൾ രണ്ടുപേരും. അപ്പം ആ ഡിസ്കഷന്റെ ഇടയിൽ വരുന്ന പല കാര്യങ്ങളും തന്നെയാണ് മിക്കവാറും ഇന്ന് ഈ ലൈവിലും ഉണ്ടാവുക എന്നുള്ള ഒരു തോന്നല്. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ കുറേ ബുദ്ധിമുട്ടുകൾ സാധാരണഗതിയിൽ പാരൻസിന് ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആവും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും കുറെ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ആ ചോദ്യങ്ങളിലേക്ക് പോവുകയായിരിക്കും നല്ലത്. ശ്രീരട്ടൻ സ്ക്രീനിൽ വീഡിയോ ഇല്ല ഇപ്പൊ? ഇല്ല. അപ്പൊ എന്താ ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച ചോദിക്കാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കും സന്തോഷവും സൗകര്യവും. നമ്മളിപ്പോ ഒരു മഹാമാരിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പ്രശ്നങ്ങളും ആശങ്കകളുള്ളൊരു സമയമാണ്. രക്ഷിതാക്കൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവരൊരു ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അങ്ങനെയുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ അവരെങ്ങനെ അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ജീവിതം പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒട്ടേറെ രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒരു മെന്ററിങ്, ഒരു കൂട്ടായ ചർച്ചയിലൂടെ നമുക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമെങ്കിൽ നേരിട്ട് വിളിച്ചിട്ട് അതിന് പരിഹാരം കാണാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ടി.പി. ശശികുമാറിനെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഡോക്ടർ ശശികുമാർ, അതിന് സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് കാലത്തൊക്കെ ഭക്ഷണം, താമസം, ഇതൊക്കെയാണ് പ്രൈമറി റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ഒരു കാലം മാറിയിട്ട് ഇന്ന് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇതൊക്കെ വളരെ പ്രൈമറി റിക്വയർമെന്റ് ആയിട്ട് മാറി എന്നുള്ളതാണ് പ്രൊഫസർ കോവിഡ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം എന്ത് വേണമെങ്കിലും ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ്, എന്ത് പഠനങ്ങളായാലും, എന്ത് സാധനം ലോകത്തിന്റെ ഏത് ഭാഗത്ത്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് തന്നെ പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പൊ ഈ മാറ്റം വളരെ അത്യാവശ്യമായിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും 2005 മുതൽ 2007 വരെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എഴുതിയൊരു പുസ്തകമാണിത്. ഈ പുസ്തകത്തില് ലേണിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പെഡഗോഗീസ് ഫോർ ഈ വെബ് നെറ്റ് ലേണിംഗ് എന്നാണ്. എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് പഠനം കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാം എന്നുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അത് വളരെ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടാവും. കുറച്ചും കൂടി ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ ഒഴിവാക്കി കുറെ ടെക്സ്റ്റ് മാത്രം. കുറച്ചും കൂടി ഹയർ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് MSc പഠിക്കുമ്പം ചിത്രങ്ങളേ ഉണ്ടാവില്ല, ഡിസ്ക്രിപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മുടെ മനസ്സിലും ഒക്കെയാണ് നമ്മൾ ചിത്രങ്ങൾ ഉണ്ടാക്കേണ്ടത്, അല്ലെ ലാബിൽ പോയിട്ട് കാണുന്നത്. അപ്പൊ പലപ്പോഴും അത് നമ്മുടെ പഠനത്തെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്.
നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമ്പോഴാണ്, അത് കാണാൻ കഴിയുമ്പോഴാണ് ലേണിങ്ങിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്നത്. മനസ്സിലാക്കുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഏത് സംഭവവും ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലാണ് ആവുന്നത്. അങ്ങനെ മനസ്സിലാവുമ്പോൾ പിന്നെ വിട്ടുപോയില്ല. പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് മാറും. അപ്പൊ ബുദ്ധിപരമായിട്ട് മാറുമ്പോൾ നമുക്കതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ നിൽക്കില്ല. ഇന്ന് ഏത് വ്യക്തിക്കും ഒരു ഇന്റർനെറ്റ് കണക്ഷനും സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ഏതൊരാളുമായിട്ട് സംവദിക്കാനും ഏത് കാര്യങ്ങളും കുറച്ചും കൂടി വിശദമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന തരത്തിൽ പഠിക്കാനും ഒക്കെ സാധിക്കുന്ന കുറേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, ഇപ്പം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന സെൽ പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ടീച്ചർക്ക് ക്ലാസ്സിൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്കത് ഇന്റർനെറ്റിലൂടെ മൾട്ടിമീഡിയ, സിമുലേഷൻ, അനിമേഷൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നോക്കിക്കാണാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ മഹാമാരി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അത് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഒരു സെൽഫോൺ ഇല്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. ഭാരതത്തിന്റെ ഏകദേശം 60-65% ആൾക്കാർ അത്തരത്തിലുള്ളവരാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തില്, ഇപ്പൊ ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോടാണ് സംസാരിക്കുന്ന ബോധത്തോടു കൂടിയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് അത്തരം പ്രശ്നങ്ങൾ അധികം ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ അടുത്ത ദിവസം ഞാനൊരു ബിടെക് പഠിക്കുന്ന കുട്ടി, വിശാഖപട്ടണം വിജയവാഡ ഭാഗത്തുള്ള ഒരു കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ബിടെക് ആണ് പഠിക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് ലാപ്ടോപ്പ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. ബിടെക് ആണ് പഠിക്കുന്നത്, ലാപ്ടോപ്പ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അവർക്കൊക്കെ വല്ലാണ്ട് ഈ കോവിഡ് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ നാട്ടിലുള്ള പഠിക്കാൻ കുറച്ച് താല്പര്യമുള്ള, സാമ്പത്തികമായിട്ട് അധികം ബുദ്ധിമുട്ടില്ലാത്ത, അല്ലെങ്കിൽ പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവരെയൊക്കെ സഹായിക്കാൻ ഇഷ്ടംപോലെ സന്നദ്ധ സംഘടനകൾ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എനിക്ക് ഫിസിക്കലായിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാറ്റി നിർത്തിയിട്ട് ഡിജിറ്റൽ ഉള്ള പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അതിനെ ഏറ്റവും നല്ല ഫോമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കുകയാണ് വേണ്ടത്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്, അത് എളുപ്പമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് സൈക്കിൾ ഓടിക്കാൻ പറ്റാത്ത ഒരാൾക്കാണ്. ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് എത്ര എളുപ്പമായിരുന്നു അല്ലേ എന്ന് തോന്നും. അതുപോലെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ. ഈ കോവിഡ് തുടങ്ങിയ കാലത്ത് ഒരു BEd കോളേജിലേക്ക് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു എന്നോട് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഇല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഉടനെ തന്നെ ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് അവര് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നു. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറേ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് അപ്പം തന്നെ ലൈവായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഇത്. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനടുത്ത് പുലി വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത്രയും എളുപ്പമാണ്. നമുക്ക് ഒരു ക്ലിക്ക് എവേല് നമുക്ക് എന്തും ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇതിലൊന്നും നമ്മളിപ്പം എനിക്ക് തോന്നുന്നില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസം ആ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ അത് പഠിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ എളുപ്പം പറ്റുന്ന കുറെ സംഭവങ്ങളാണ്. പക്ഷെ അതിനൊരു ട്രിക്ക് ഉണ്ട്, അതിനൊരു നാക്ക് ഉണ്ട്. അതിന് ടീച്ചേഴ്സിനെ എക്വിപ്പ് ചെയ്യുന്ന കുറെ പ്രോഗ്രാംസും കൂടി ഉണ്ടാവുമ്പോൾ ടീച്ചേഴ്സ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്നാമത് നമുക്ക് കൺട്രോൾ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആവലാതിപ്പെടുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യുക. ആവലാദികളും വേവലാദികളും അതിന്റെ ഭാഗത്തിരുന്നോട്ടെ നോക്കാം. ഇപ്പം കോവിഡ് മാറ്റണം എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് സമരം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നൽകുന്ന ഒരു മാർഗനിർദ്ദേശമാണ് നിങ്ങളുടെ സ്വപ്നം കാണാൻ പഠിക്കണം, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേരത്തെ മുൻകൂട്ടി കാണണം. ആ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ നമുക്ക് ടീച്ചേഴ്സ് ആരാന്ന് നമുക്കറിയാം. കാരണം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഡോക്ടറുടെ ജോലി എന്താണെന്ന് നമുക്ക് ഏകദേശമൊക്കെ ഒരു വിവരമുണ്ട്. കാരണം പലരും ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും. ഒരു ബാർബർ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സയന്റിസ്റ്റ് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് എന്താണ് ചെയ്യുക സയന്റിസ്റ്റിന്റെ ജോലി
സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പോലീസ് എന്താണ് ചെയ്യുക, കലക്ടർ എന്താണ് ചെയ്യുക, മിനിസ്റ്റർ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളവരെ ഈ വേദികളിൽ പ്രസംഗിക്കാൻ കാണുന്നതോ അല്ലെങ്കിൽ കലക്ടറെ എപ്പോഴെങ്കിലും സിനിമയിൽ കാണുന്നതോ അല്ലാതെ അവരുടെ യഥാർത്ഥ ജീവിതം നമുക്ക് അറിയില്ല. അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം, ആ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, അവരുടെ ജീവിതം എന്താണെന്ന് പഠിക്കാം, അതിന്റെ ഫെസിലിറ്റീസ് എന്താണെന്ന് അറിയാം, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് IAS ആവണമെന്ന് ആഗ്രഹം ഉണ്ടായ ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ മധുരയിലോ അല്ലെങ്കിൽ ഗോവയിലോ ഊട്ടിയിലോ ട്രിപ്പ് പോകുന്നതിന് പകരം ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ഡെറാഡൂണിൽ പോയിട്ട് IAS ട്രെയിനിങ് സെന്റർ കാണും. ഇനി ഇന്ന് അത് കാണേണ്ട കാര്യമില്ല, ഇന്റർനെറ്റ് പോയിട്ട് IAS ട്രെയിനിങ് സെന്ററിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റും, യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് അവിടുത്തെ ട്രെയിനിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. അത് കഴിഞ്ഞാൽ എന്തൊക്കെയാ ജോലി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഏത് ജോലികളും എന്താണ് അവർക്ക് ചെയ്യേണ്ടത് എന്നറിയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ്, ഞാൻ സാധാരണ പറയാറുള്ള ന്യൂസ് പേപ്പറിലെ അഡ്വർടൈസ്മെന്റ് നോക്കിയാൽ ആ ജോലിയുടെ പ്രത്യേകത നമുക്ക് പഠിക്കാം. ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ് വരികയാണ്, കെമിക്കൽ ലാബോറട്ടറിയിലെ അസിസ്റ്റന്റിനെ വേണം. അതിനകത്ത് കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടാവും, ഇന്നതൊക്കെയാണ് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പൊ റിഫൈനറിയിൽ ഒരു കെമിസ്റ്റിനെ വേണം, ആ റിഫൈനറിയിൽ കെമിസ്റ്റായ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ അഡ്വർടൈസ്മെന്റിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അത്തരം ആസ്പിറേഷൻസ്, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരാളെ, ഒരു സയന്റിസ്റ്റിനെ കാണുന്നു, ഇപ്പൊ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രോസസിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടർ TPS സയന്റിസ്റ്റ് ആണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്ന ജോലി, ആ പേര് മാത്രം ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ പേപ്പർ പബ്ലിഷ് ചെയ്ത് കാണാം, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, റിസർച്ച് ചെയ്യുന്നത്, സബ്ജക്ട് എന്താണ്, വിഷയം എന്താണ്, അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇമേജ് പ്രോസസിംഗ് എന്ന് കാണും. അപ്പൊ ഇമേജ് പ്രോസസിംഗ് എന്നാ അത് പോയി തപ്പുക. ഇതിനൊക്കെ ഒരു ഗൈഡൻസും ഒരു ഡയറക്ഷനും ആവശ്യമായിരിക്കും. അപ്പൊ ആ ഗൈഡൻസും ഡയറക്ഷനും കൊടുക്കുന്ന തരത്തില് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും ടീച്ചേഴ്സും ഇതിലൊക്കെ അൺഅവെയർ ആണ്. അതുകൊണ്ട് മിക്കവാറും കുട്ടികൾക്ക് എന്താണ് ജോലി, അവിടെ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതായ എന്തൊക്കെ ചെയ്യണം, അതാവാൻ എന്തൊക്കെ പഠിക്കണം, ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ ആ പാത്ത് ക്ലിയർ ആവും. ഇപ്പം ആർമിയിൽ ചേരണം എന്ന് പറയുന്നത് ശരി, പക്ഷെ ആർമിയിൽ ചേരണം എന്ന് പറയുമ്പോൾ ഷേർഷാ എന്ന് പറയുന്ന ഒരു മൂവി കാണാം, ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. ആ ഷേർഷാ എന്ന് പറയുന്ന മൂവിയിൽ കാർഗിൽ വാർ എന്താന്ന് കാണും. അപ്പൊ അയാളുടെ മനസ്സിൽ ആദ്യം ആർമി ഓഫീസർ ആവണം എന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന് ഒരു കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം വന്ന സമയത്ത്, മാരേജിന്റെ പ്രപ്പോസലൊക്കെ വന്ന സമയത്ത് വൈഫ് ആവാൻ പോകുന്ന സ്ത്രീ സജസ്റ്റ് ചെയ്തത്, ആർമിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഹാർഡ് സ്ഥലത്തൊക്കെ ആയിരിക്കും, 6 മാസം ജോലി ചെയ്തിട്ട് കുറെ പൈസ ഉണ്ടാക്കുന്ന വേറൊരു ജോലി, അതാണ് മർച്ചന്റ് നേവി, അതിൽ പോയാൽ മതി എന്ന് സജസ്റ്റ് ചെയ്തു. ഈ 2 ജോലിയെ കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്, മെറിറ്റ്സും ഡിമെറിറ്റ്സും. അങ്ങനെ കേട്ടുവിടാതെ ഇതിനെക്കുറിച്ചും കുറച്ചും കൂടി പഠിക്കുക. നമ്മൾ ഈ ബഫേ സിസ്റ്റത്തിൽ പോയിട്ട് എല്ലാത്തിന്റെയും ടേസ്റ്റ് നോക്കുന്നത് പോലെയാണ് ഈ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്റെയൊക്കെ ഭാഗ്യം, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഇസ്രോ സയന്റിസ്റ്റിനെ കാണാൻ പറ്റി, അവരുടെ കൂടെ 10 ദിവസം ജീവിക്കാൻ പറ്റി. അപ്പൊ ഇസ്രോ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ബോധം ഉണ്ടായി. ആ ബോധം ഉണ്ടായിരുന്ന സമയത്ത് അതാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ചേർന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച ജോലി അല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വിട്ടുപോകാൻ തയ്യാറായുള്ളവർ. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഡയറക്ടർ കുറച്ചും കൂടി നമ്മളെ പിടിച്ചു നിർത്തി, ഇയാൾക്ക് ഈ വിചാരിക്കുന്നതല്ല, കുറച്ചും കൂടി പേഷ്യൻസോട് കൂടി നോക്കിയാൽ ഇനിയും വളരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ അത് അത്തരം മെന്റേഴ്സ്, അപ്പൊ അന്നത്തെ ഡയറക്ടർ ആയിരുന്നു എൻ്റെ ഒരു നല്ലൊരു മെന്റർ. ആ മെന്റർഷിപ്പ് ഉണ്ടായത് കൊണ്ട് ഞാൻ അന്ന് ജോലി വിട്ടു പോവാതിരുന്നു. പലർക്കും അങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ടാറ്റ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പാസ്സായിട്ട് ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 30,000-40,000 രൂപ ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല ഹൈദരാബാദില്. പക്ഷെ എന്നോട് ഡിസ്കസ് ചെയ്തത്, ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെയോ കണ്ട് എന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ മാനസികമായിട്ടുള്ള വിഷമം. കാരണം അവർക്ക് IAS ആവണമെന്ന് ആഗ്രഹം, അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിനൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല, അതിനുള്ള സാഹചര്യമില്ല, അവരുടെ കൂട്ടുകാരൊന്നും ആ തരത്തിൽ ചിന്തിക്കുന്നവരല്ല. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറെ കാലം അതേ ജോലിയിൽ നിൽക്കാൻ പറ്റും. പക്ഷെ അതല്ല അവർക്ക് ആഗ്രഹം, കുറച്ചും കൂടി പഠിക്കണം. അപ്പൊ നമ്മൾ ഓരോ ജോലിയും ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്തൊക്കെ ഒരു ജോലിയിൽ ചേർന്ന് അതിൽ തന്നെ റിട്ടയർ ആവും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് മാറി 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 നമ്മുടെ പാഷനിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് ഡയറക്ടർ ഓഫ് അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ആയി, അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ച് റിസൈൻ ചെയ്ത് റിട്ടയർമെന്റ്, വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തതിന് ശേഷം മാനേജ്മെന്റ് പ്രൊഫസറായി, അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സ് പ്രൊഫസറായി, അതിന് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. അങ്ങനെ വ്യത്യസ്തമായ ജോലികൾ നമുക്ക് ഇന്ന് ഏറ്റെടുക്കാൻ പറ്റും. പണ്ടത്തെ പോലെ ഒരു ജോലി തുടങ്ങി അതിൽ തന്നെ റിട്ടയർ ആവണമെന്നൊന്നുമില്ല. ഇപ്പം
ബിടെക് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞ് നല്ല ഒരു കമ്പനിയിൽ MNC കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുള്ള കുട്ടി അതൊക്കെ വിട്ടിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോയിട്ട് ലൈഫ് സയൻസിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അങ്ങനെയുള്ളവരൊക്കെ നമുക്കറിയാം. അപ്പൊ ഇന്ന് കുറച്ച് ജീവിത സാഹചര്യമൊക്കെ ഉള്ളവരാണ്, വീട്ടിലധികം പ്രാരബ്ധമൊന്നുമില്ല, പെട്ടെന്ന് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ അവനവനുള്ള ഇൻട്രസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ബ്രേക്ക് എടുക്കുക എന്നൊക്കെ പറയും. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഒരു കൊല്ലത്തെ ബ്രേക്ക് എടുത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത മാസ്റ്റേഴ്സിന് പോകുന്നവര്. ഗ്രാജുവേഷന്റെ സമയത്ത് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മുടെയൊക്കെ സാധാരണ കേരളത്തിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു, എന്നിട്ട് എന്താ ചെയ്യണേ, റിസൾട്ടിന് കാത്തിരിക്കുന്നു. ഇങ്ങനെ കാത്തിരിക്കുക 2-3 മാസം ഒരു പണിയും ചെയ്യാണ്ട്. അതിന് പകരം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കണോ വേണ്ടയോ, ഇന്നിപ്പോ എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. ഞാൻ ബയോടെക്നോളജി കഴിഞ്ഞു, ഇനി ഞാൻ എന്താ പഠിക്കേണ്ടത്? ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, അവരുടെ താല്പര്യം നോക്കിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാസ്റ്റേഴ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നതിലൊക്കെ നോക്കണം എന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചു വന്നൊരു മെസ്സേജ്, എന്റെ അടുത്ത റിലേറ്റീവ് പറഞ്ഞത് ഈ സബ്ജക്ട് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ ഗവേഷണം ചെയ്യല്ല, 4 ആളോട് ചോദിക്കും. ഇപ്പൊ റോട്ടിൽ നിന്നിട്ട് ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആൾ 4 തരത്തിലല്ലേ പറയാം. നമുക്ക് എവിടെയാ പോകേണ്ടതെന്ന് കൃത്യമായിട്ടൊരു രൂപം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല പോലെ മനക്കണം. ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം, അതിന് കുറേ ഹോംവർക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടേ കൺസ്ട്രക്ഷൻ പാടുള്ളൂ. അതല്ലാതെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വേണ്ടാത്തടുത്ത് അല്ലെങ്കിൽ വേണ്ടെടുത്ത് എത്താത്തൊക്കെ പോകുന്നത്. ഇതാണ് എന്റെ അഭിപ്രായം. ഒരു ചോദ്യം വേറെ ഉള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. ഈ നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ മെന്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഒക്കെ പറയും കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ അവരുടെ അഭിരുചി മനസ്സിലാക്കാൻ നേരിട്ടുള്ള എന്തെങ്കിലും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അത് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ അവർ ചിത്രരചനയിൽ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും. പക്ഷെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അവരുടെ ഒരു അസസ്മെന്റ്, അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള മെത്തേഡ്സ്, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. ശ്രീധരേട്ടൻ, നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്നവരെ നമ്മളെ കുറേ ഡിഫറെന്റ് വിഷയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, എല്ലാ സംഭവവും, മ്യൂസിക് നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് 10ാം ക്ലാസ് വരെ തീരുമാനിക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ അവനെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയുമ്പോഴും ഇതൊക്കെ മാനിപ്പുലേറ്റഡ് ആണ്. ഇപ്പൊ ഹൈദരാബാദിലെ എനിക്കറിയുന്ന ഇത് റൺ ചെയ്യുന്ന കുറെ കമ്പനികളുണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരൊക്കെ ഫൂളിഷ് ആയിട്ടുള്ള കാര്യം ചെയ്യണത്. അവർ ചെയ്യുന്നത് ഈ കുട്ടിയോട് കുറെ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്ന ഉണ്ടാക്കിയിരിക്കുന്നത്, വെസ്റ്റേൺ സ്റ്റൈലില് അമേരിക്കയിലൊക്കെ കുട്ടികൾക്ക് 1ാം ക്ലാസ് LKG UKG മുതൽ വ്യത്യസ്തമായിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, വളരെ ഡൈലൂട്ടഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കയറി പറിക്കാവുന്ന ഒരു ചെടികൾ പോലെ വിദ്യാഭ്യാസത്തിന്റെ വലിയ മരത്തില് ഓരോ ബ്രാഞ്ചസിനും നമുക്ക് കയറി നോക്കി മനസ്സിലാക്കി ടേസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലുള്ള, അത്രയും ഫ്രീഡം ഉള്ള, പാരന്റ്സ് പ്രഷറൈസ് ചെയ്യാതെ, ടീച്ചേഴ്സിന്റെ എബിലിറ്റികൾ നോക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വളർന്നിട്ടുള്ള കുറേ ആൾക്കാരുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഒരു 64 പേജിന്റെ ഒരു ലിസ്റ്റ് കാണും. ആ ലിസ്റ്റ് കാണുന്ന സമയത്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു ബിക്കം എ സൈക്യാട്രിസ്റ്റ് എന്ന് കാണും. ഒരു കുട്ടിയുടെ അടുത്ത കാലത്ത് കണ്ടതാണ്. പക്ഷെ സൈക്യാട്രി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ഒരു സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലല്ല അമേരിക്കയിൽ സൈക്യാട്രി എന്ന് പറയുന്നത്. അവിടെ ബയോളജി പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവര് സൈക്യാട്രിയിൽ +1 +2 മുതൽ സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന സ്കൂൾ സിസ്റ്റം ആണ് അവിടെ ഉള്ളത്. സാറ്റിനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. അമേരിക്കയിലുള്ള സമയത്ത് 2 കൊല്ലം മുമ്പ് എങ്ങനെയാണ് സാറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അവിടെ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അവരുടെ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനും അവരുടെ ക്വസ്റ്റ്യനും, എൻ്റെ ഒരു കുട്ടി ഫിസിക്സിൽ ഒരു പ്രോജക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ക്വാണ്ടം ബബിളിങ്ങിനെ കുറിച്ച് ഉള്ള എന്ത് രസകരമായ ഒരു പ്രോജക്റ്റാണ് ചെയ്തിരിക്കണേ. അതിന്റെ അനിമേഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ 9ാം ക്ലാസ്സിലെ കുട്ടിയാണ് ചെയ്തതൊന്നും വിശ്വസിക്കില്ല. ഇവിടുത്തെ ബിടെക്കിന് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ ആ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു മെച്യൂരിറ്റി ഉണ്ട്. കാരണം അവിടെയൊക്കെ 12ാം ക്ലാസ് കഴിഞ്ഞാൽ പാരന്റ്സ് കുട്ടികൾക്ക് സെൻഡ് ഓഫ് കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കും.
അങ്ങനെ പുറത്താക്കുമ്പോൾ അവര് സ്വന്തം തീരുമാനിച്ചിട്ട് അവർക്ക് വേണ്ടത് പഠിക്കുമ്പോൾ അവര് തന്നെ പൈസ ഏൺ ചെയ്തിട്ട് പാരന്റ്സ് കുറച്ചൊരു സഹായമൊക്കെ ചെയ്യുന്നല്ലാതെ റെസ്പോൺസിബിലിറ്റി പാരന്റ്സിനില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ കേരളത്തിലെ അച്ഛന്റെയും അമ്മേന്റെയും പിന്നെ ചിറകിന്റെ ഉള്ളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇത് ടെസ്റ്റ് ചെയ്താൽ എങ്ങനെയാ നന്നാവുക? നമ്പർ 1. നമ്പർ 2, ഒരു കുട്ടി മാത്സ് ഇഷ്ടമെന്ന് പറയുമ്പോൾ, ഞാൻ മാത്തമാറ്റിക്സ് ഇഷ്ടമായത് എന്റെ മാത്തമാറ്റിക്സ് മാഷ് നല്ലതായതുകൊണ്ടാണ്. അപ്പൊ മിക്കവാറും കുട്ടികളുടെ ഇന്ത്യയിലെ സൈക്കോളജി എങ്ങനെയാ വെച്ചാൽ നല്ല ടീച്ചർ ആണെങ്കിൽ ആ സബ്ജക്ട് ഇഷ്ടമാവും. ഇപ്പൊ ഇന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു, എനിക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ അറിയില്ല, ഡിസൈനിങ്ങിനെ കോഴ്സിന് പോകാനാ ഇഷ്ടം. ഞാൻ പറഞ്ഞു, ഒരു 10 ദിവസം എന്റെ കൂടെ ചെലവഴിച്ചാൽ ഞാൻ മാത്സ് ഇഷ്ടമുള്ള ആളാക്കി മാറ്റിത്തരാം, എന്നിട്ട് വേണമെങ്കിൽ തീരുമാനിച്ചോളൂ. അത് വളരെ എളുപ്പമാണ്. കുറച്ച് ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ, അവർക്ക് ഏതെങ്കിലും സബ്ജക്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ അത് ഇഷ്ടപ്പെടുന്നവരാക്കി മാറ്റണമെങ്കിൽ ആ വിഷയം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന വിധം നന്നായാൽ മതി. അങ്ങനെ കുറേ കുട്ടികളെ അതിലേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുള്ള, അതിൽ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. പഠിക്കാൻ താല്പര്യമുണ്ട്, അതിന് മനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കുട്ടികളെ എങ്ങനെയും മാറ്റിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്റെ ഐക്കോൺ എന്ന് പറയുന്ന പാലക്കാട് നടത്തിയിട്ടുള്ള പ്രോജക്റ്റ്. ഒരു വർഷം, ആ ഒരു വർഷം ഒന്നും വേണ്ട കുട്ടികൾക്ക്, നമ്മൾ ഇന്റർനെറ്റിലൊക്കെ ആകുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ കുറേ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് ചെയ്യേണ്ടത്. താല്പര്യമുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ താല്പര്യം കണ്ടുപിടിക്കാം. അങ്ങനെ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ പറയാണ് ഇതിന് ഒരു യൂസ്ഫുൾ അല്ലാത്തൊരു സബ്ജക്റ്റാണ്, എന്നിട്ടോ നമുക്ക് കുറെ കോഴ്സുകളുണ്ട്, സൈക്കോളജി കോഴ്സുകളുണ്ട്, BA ഹിസ്റ്ററി കോഴ്സുകളുണ്ട്, ഫിലോസഫി കോഴ്സുകളുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഡിഫൈൻ ചെയ്യാണ്ട് പഠിപ്പിക്കാം. ആ ബുദ്ധിമുട്ടുകൾ പാരന്റ്സിനും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. അപ്പോൾ അത്തരം സോഫ്റ്റ്വെയർ യൂസ്ഫുൾ അല്ല, നമ്പർ 1. നമ്പർ 2, നമുക്ക് 10ാം ക്ലാസ് വരെ പഠിക്കുമ്പം അവനവൻ്റെതായ ഒരു അഭിരുചി കണ്ടെത്താൻ കഴിയുക, എന്താണ് ജീവിതത്തിൽ ആവേണ്ടതെന്ന് ശ്രമിക്കുക. ഞാൻ നല്ല കുട്ടികളൊക്കെ വന്നിട്ട് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല, BSc കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എന്ത് പഠിക്കണം തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് 10ാം ക്ലാസ്സിലെ കുട്ടി പറയുമ്പോൾ ഞാൻ ഒട്ടനെ പറയാറുള്ളത്, +1 +2 സയൻസും മാത്സും കമ്പൈൻഡ് ആയിട്ട് എടുത്തോളാനാ പറയാം. അതിന് കാരണം എന്താ വെച്ചാൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 4 സബ്ജക്ട്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്നതാണ്, അത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. പക്ഷെ ഡീപ്പ് സബ്ജക്റ്റ് അല്ല പറയുന്നത്. ഗ്രാജുവേഷൻ ലെവലിലൊക്കെയുള്ള +1 +2 കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കണമെങ്കിൽ ഒരു മാസം മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ കുറച്ച് താല്പര്യമുള്ളവരാണെങ്കിൽ ഫിസിക്സ് ഒക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റും. പക്ഷെ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ബയോളജിയും +1 +2 പഠിക്കാത്തൊരു കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ അത് പഠിക്കണമെങ്കിൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ബ്രാഞ്ച് ചെയ്തിട്ട് ഹ്യൂമാനിറ്റീസിലേക്കോ ആർട്സിലേക്കോ പോകുന്നതിന് മുമ്പ് അവനവൻ തീരുമാനിക്കേണ്ടത്, സയൻസ് കുറച്ചും കൂടി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, അതിനുള്ള കുറച്ച് ബുദ്ധിയുണ്ട്, മനക്കെടാൻ തയ്യാറാണ്, അതിന് സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ പഠിക്കണം എന്ന് ഞാൻ കുട്ടികളെ പറയാം. അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി ബ്രാഞ്ച് ഔട്ട് ചെയ്യണോ വേണ്ടോ. 1. 2, ഞാൻ ദോഹയിൽ പോയ സമയത്ത് ഒരു കുട്ടി അവിടുത്തെ സ്കൂൾ സിസ്റ്റത്തിൽ, സ്കൂളിൽ തന്നെ ഇത് ബാധകമാണ്, പല സ്കൂൾസും ഇന്റർനാഷണൽ സ്കൂൾസ് ഒക്കെ തീരുമാനിക്കും 10ാം ക്ലാസ് കഴിഞ്ഞാൽ എത്ര കുട്ടികൾ കൊമേഴ്സിൽ പോകണം, എത്ര സയൻസിൽ പോകണം, എത്ര ഹിസ്റ്ററിയിലും പിന്നെ ഹ്യൂമാനിറ്റീസിൽ പോകണം. കാരണം അവർക്ക് നമ്പർ ഓഫ് സീറ്റ്സ് അവർക്ക് അറിയാം. ആ നമ്പർ ഓഫ് സീറ്റ്സിനനുസരിച്ച് സോഫ്റ്റ്വെയറിനെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ വളരെ എളുപ്പം. അത് ശരിക്കും പറ്റിക പ്രസ്ഥാനമാണ്. അങ്ങനെ നടക്കുന്ന സ്കൂളാണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഒരു ഗസ്റ്റ് ലെക്ചറിന് പോയതാണ്, ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന് തന്നെ പോയത്. അത് കഴിഞ്ഞ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ എനിക്ക് ശരിക്കും ബയോളജി പഠിച്ചിട്ട് ഡോക്ടർ ആവാനാണ് ഇഷ്ടം, പക്ഷെ സ്കൂൾ എനിക്ക് തരുന്നില്ല. അവര് പറയുന്നത് ഞാൻ കൊമേഴ്സ് ആണ് നല്ലതെന്നാണ്. ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇതുവരെ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല കുട്ടിക്ക്. പിന്നെ ഇങ്ങനെ അതിനകത്ത് പാഷൻ ഉണ്ടെന്ന് ഏത് സോഫ്റ്റ്വെയറെ കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ഇതുവരെ അറിയാത്തൊരു വിഷയം എങ്ങനെയാ, നമുക്ക് ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു ഭക്ഷണമാണ് എന്റെ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും? അപ്പൊ അതുപോലെയാണ് വിഷയം പഠിക്കാനുള്ള സന്ദർഭം. എനിക്ക് തോന്നുന്നു ആ കുട്ടി അവിടുന്ന് കേരളത്തിൽ കോട്ടയത്ത് ഒരു സ്കൂളിലേക്ക് ഞാനാണ് അഡ്മിഷൻ മേടിച്ചു കൊടുത്തത്. അന്ന് ഇപ്പൊ ആ കുട്ടി ഡോക്ടറായി മാറി. അപ്പൊ സോഫ്റ്റ്വെയർ ഡോക്ടർ ആവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടറാക്കാം. ഞാനൊക്കെ 12ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിക്കുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണെങ്കിൽ നീ ഒന്നും ആവില്ല എന്ന് ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. അതേ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താല് അവര് പറയും നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. കാരണം പലപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റുകൾ വി കീപ്സ് ഓൺ ചേഞ്ചിങ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് മോശമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ വെസ്റ്റേൺ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു താല്പര്യം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ എക്സ്പെർട്ടുകളെ ബഹുമാനിക്കുന്നതാണ്. ഭാരതീയ ശാസ്ത്രപ്രകാരം നമ്മൾ കുറേ വിഷയങ്ങൾ അറിയുന്ന ഒരാളെയാണ് ബഹുമാനിക്കുക. അപ്പൊ ഇതാണ് ഇന്ത്യൻ ഈസ്റ്റേൺ സിസ്റ്റവും വെസ്റ്റേൺ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇത്തരം സോഫ്റ്റ്വെയറുകളിൽ പെട്ടുപോകരുത്. ഇത്തരം സൈക്കോ തെറാപ്പിസ്റ്റുകൾ ഒരു വിവരവും ഇല്ലാണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ
മെന്റർ ചെയ്യുന്ന, ഇപ്പൊ ഏറ്റവും മൂല്യം കിട്ടുന്ന, ഏറ്റവും കാശുണ്ടാക്കാൻ പറ്റുന്ന, അടുത്ത കാലത്ത് ഇന്റർവ്യൂവിന് ഒരു ഞാനൊരു പ്രോഗ്രാം നടത്തിയ സമയത്ത് എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്ത്രീ പറയുന്നത്, ബോംബെയില് 5000 റുപ്യാണ് ഒരു സിറ്റിങ്ങിന് അവർ മേടിക്കുന്നത് 1 മണിക്കൂറിനെ. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴൊക്കെ കോടാനുകോടി സമ്പാദിച്ചേനെ. എത്രയോ കുട്ടികൾക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കുന്നു. ഇതുവരെ 5 പൈസ മേടിച്ചിട്ടുള്ള ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ബിസിനസ്സും ഇതൊരു ജീവിത മാർഗവുമാക്കി ആൾക്കാരെ പറ്റിക്കുന്ന കുറേ മെന്റേഴ്സ്, കുറേ ട്രെയിനേഴ്സ്, ഈ വാക്കേ എനിക്ക് ഇഷ്ടമല്ലാത്ത ട്രെയിനിങ് എന്നുള്ള കുറേ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഈ പണി കിട്ടിയില്ലെങ്കിൽ ഒരു പണിയും കിട്ടാത്തവരായിരിക്കും ചിലപ്പോൾ ഈ പണിക്ക് ഇറങ്ങുന്നത്. അപ്പൊ അത്തരം ആൾക്കാരുടെ ഇടയിൽ പെടുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവര് പലപ്പോഴും നമ്മുടെ നടുവിൽ ഹൈസ്കൂളിൽ തന്നെ എനിക്കറിയാം, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് അവസാനം അവർ കൊടുത്ത റിപ്പോർട്ട്, ഇവിടുത്തെ മാത്സ് ടീച്ചർ മോശമാണ്, കെമിസ്ട്രി ടീച്ചർ മോശമാണ്, ഫിസിക്സ് ടീച്ചർ മോശമാണ്, ബയോളജി ടീച്ചർ മോശമാണ്. കാരണം എല്ലാ കുട്ടികളും പറഞ്ഞു ഈ വിഷയമൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ ഈ കുട്ടികൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അവസാനം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് ടീച്ചേഴ്സ് ഒക്കെ മോശമാണ്. അത്രയാണ്. അതിപ്പോ എല്ലാവർക്കും പറയാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ് കുട്ടികളുടെ മനസ്സ്, മനുഷ്യന്മാരുടെ മനസ്സ്, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സ്. ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട്, ഇത് നല്ലപോലെ അറിയുന്ന ഒരാളായതുകൊണ്ട്, കുറേ കാലത്തെ കുറേ കുട്ടികളുമായിട്ടുള്ള ഒരു മെന്റർഷിപ്പിലൂടെ പോകുന്നത് കൊണ്ട് അറിയുന്ന ഒരു സംഭവം പറഞ്ഞതാണ്. സക്സസും ഫെയിലിയറും, എക്സാമിന് മാർക്ക് കുറയുന്നതും ഒക്കെ വളരെ സർവ്വസാധാരണമാണ്. ഒരു കുട്ടി എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ കാരണം, എനിക്ക് 50% കിട്ടിയിട്ടുള്ളൂ. ഞാനും 50% 10ാം ക്ലാസ്സിൽ മാത്സിന് കിട്ടിയിട്ടുള്ളൂ. ഞാൻ PhD എടുത്ത മാത്തമാറ്റിക്സിലല്ലേ. ഞാൻ ഫിസിക്സിലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള വിഷയം ഫിസിക്സ് ആണ്. ഫിസിക്സിൽ എനിക്ക് 4 മാർക്കായിരുന്നു 60-ൽ. എന്ന് വെച്ചിട്ട് ആ +1 +2 എന്റെ വിവരമില്ലായ്മ ഇന്ന് എനിക്ക് വിവരമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നല്ല സന്ദർഭം, നല്ല ഗൈഡൻസ്, നല്ല മെന്ററിങ് കിട്ടിയാല് ഏത് കുട്ടികളെയും, ഒരുവിധം ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത കുട്ടികളൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പൊ അതുകൊണ്ട് സധൈര്യം കുട്ടികൾ പഠിക്കാൻ തയ്യാറാവണം, ചോദ്യം ചോദിക്കാൻ പഠിക്കണം, നല്ലപോലെ മെനക്കെടണം. ഇതുണ്ടായാൽ പിന്നെ നന്നാവും. ഹൈദരാബാദിലാണ് ഏറ്റവും കൂടുതൽ IIT കുട്ടികൾ പോകുന്നത്. ആ കുട്ടികൾ 7ാം ക്ലാസ് മുതൽ IIT എയിം വെച്ചിട്ട് പഠിക്കുന്നവരാണ്. 7ാം ക്ലാസ് മുതൽ അവർക്ക് മാത്സും ഫിസിക്സും ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടാണോ? IIT അഡ്മിഷൻസ് ഹൈദരാബാദ് എന്ന സിറ്റിയിൽ നിന്ന് മാത്രം ഏകദേശം 14% കുറെ വർഷങ്ങളായിട്ട്. കേരളത്തിൽ ആകെ ഉള്ളത് 0.07%. ഇപ്പൊ കേരളത്തിൽ IIT വന്നു, IIT മാറിയതുകൊണ്ട് മാറിയിട്ടുണ്ടാവും. എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 2 കൊല്ലം മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് മനക്കെടാൻ തയ്യാറാവുക, അവനവനിൽ വിശ്വാസം ഉണ്ടാവുക. സോഫ്റ്റ്വെയറിലും മാഷന്മാരിലും സബ്ജക്റ്റിലും പാരന്റ്സിലും അവിടെ എവിടെയും നടക്കുന്ന ആൾക്കാരിലും അല്ല ഉണ്ടാവേണ്ടതെന്ന് അർത്ഥം. എനിക്ക് തോന്നുന്നു മ്യൂട്ടഡ് ആണ് ശ്രീധരേട്ടൻ, സൗണ്ട് കേൾക്കാൻ. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാക്കുന്ന ആശങ്കകളും പിന്നെ പരീക്ഷകളുടെ നടത്തിപ്പിലുള്ള ആശങ്കകളൊക്കെ കുട്ടികളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള അവസരമാണ്. നമുക്ക് അവരുടെ ആശങ്കകൾ എങ്ങനെ മാറ്റിയെടുക്കാൻ എങ്ങനെ സഹായിക്കാം? ഈ ആശങ്ക ഉണ്ടാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മാർക്കിന്റെ കണക്ക് നോക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഒരു സബ്ജക്ട് തന്നു, ഇന്നതാണ് സിലബസ് എന്ന് എനിക്കറിയാം. അത് പഠിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. അതിനുള്ള കുറേ ഫെസിലിറ്റീസ് ഓൺലൈൻ നല്ലപോലെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ സമയം എക്സ്ട്രാ കിട്ടുകയാണ് ചെയ്യണത്. ഇപ്പൊ ഞാൻ അടുത്ത കാലം വരെ ഇവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വിചാരിച്ചാല്, സാധാരണ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ ഒരു 10 ചോദ്യം കൊടുക്കും. എല്ലാ ദിവസവും എക്സാമിനേഷനാണ് കുട്ടികൾക്ക്. ഈ പഠിപ്പിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അതില് 5 ചോദ്യം ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. 10 ചോദ്യമായിട്ടുള്ളൂ. 5 ചോദ്യം ഈ ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെക്കാളും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, പക്ഷെ ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള, എവിടെ തപ്പിയാലും കിട്ടാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുക. വളരെ എളുപ്പം ഈ 5 ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത സാധനങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാല് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാണ്, കുട്ടികൾക്ക് കിട്ടൂല. ആ സിമ്പിൾ ചിലപ്പോൾ നമ്മൾ പേര് മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫിഗർ മാറ്റിയിട്ടുണ്ടാവും, ഒരു നമ്പർ മാറ്റിയിട്ടുണ്ടാവും, അത്രയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ടിസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പൊ എല്ലാവരുടെയും ഫോക്കസ് എന്താണ്? എക്സാമിനേഷന് മാർക്ക് കിട്ടുക. അത് മാറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു ഫോക്കസ്ഡ് എക്സാമിനേഷൻ സിസ്റ്റത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കുറെ ആൾക്കാരുണ്ടായത് കൊണ്ടാണ് നമ്മൾ എൻട്രൻസ് എക്സാം നടത്തേണ്ടി വരുന്നത്. ഒരു ബോർഡിനെയും വിശ്വാസമില്ല. നമ്മുടെ തന്നെ ഗവൺമെന്റ് നടത്തുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ നടത്തുന്ന പരീക്ഷകൾക്ക് പോലും വിശ്വാസമില്ല.
അതുകൊണ്ട് എൻട്രൻസ് എക്സാം വേണം. ഇവിടെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് മാസ്റ്റേഴ്സ് MA പഠിക്കുന്ന കുട്ടികൾക്ക്, അവിടുത്തെ കുട്ടികളുടെ വിവരം എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ഇതിനേക്കാളും വിവരം ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അവിടുത്തെ പ്രൊഫസറെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിള്ളേർക്ക് എന്ത് പിള്ളേരെ ഒരു വിവരമില്ലല്ലോ സർ, അവർക്കെല്ലാം നല്ല 90% മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞു, ആര് ചോദ്യം ഉണ്ടാക്കിയാലും നിങ്ങൾ ചോദ്യം ഉണ്ടാക്കിയാലല്ലേ. അതേസമയത്ത് ഞാനൊരു 10 ചോദ്യം ചോദിക്കട്ടെ, MA ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ MA എക്കണോമിക്സിന്റെ സിലബസിനെ എടുത്തിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം, അവർ പാസ്സാവും. സർ, വേറെ ആരെങ്കിലും ചോദിച്ചാൽ എന്തായാലും പാസ്സാവില്ല. അവർക്ക് തന്നെ അറിയാം, പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് തന്നെ അറിയാം. കാരണം അവർ കൊടുക്കുന്നതിനോട്ട് അത് പഠിക്കുക, അതിന് ഉത്തരം എഴുതാം. അങ്ങനെ പഠിച്ച് ശീലിച്ചിട്ടുള്ള സിസ്റ്റത്തിൽ വളർന്നിട്ടുള്ള കുട്ടികൾ താൽക്കാലികമായിട്ട് മാർക്ക് മേടിച്ചിട്ട് എക്സൽ ചെയ്യും. അങ്ങനെ താൽക്കാലികമായിട്ട് മാർക്ക് മേടിച്ചിട്ട് എക്സൽ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് ആരെ ബോധിപ്പിക്കാനാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു റേസിലാണ്. അതിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം, പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ആ പഠിക്കാനുള്ള കപ്പാസിറ്റിയിൽ 2 തരം പഠനമുണ്ട്. ഒന്ന്, എനിക്ക് ജോലിക്ക് ആവശ്യമായിട്ടുള്ള പഠനം. വിദ്യാഭ്യാസം ജോലിക്ക് ആവശ്യമായിട്ടുള്ള പഠനം മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ സവിദ്യ, അത് കേൾക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവരാവണം. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു മണിക്കൂറിൽ ജനറൽ ലെക്ചർ കേൾക്കാൻ പറഞ്ഞാട്ടെ, ഒരു സമയമില്ല എനിക്ക്, ഭയങ്കര ഈ 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് 1 മണിക്കൂർ ഒരു ദിവസം സ്പെയർ ചെയ്യാൻ പറ്റാത്തത്ര പഠിക്കാനുണ്ടോ? അവര് വേറൊന്നും ചെയ്യുന്നില്ലേ? ഹോളിഡേയ്സിൽ റെസ്റ്റ് എടുക്കുന്ന കണ്ടാൽ തോന്നും, അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഫുൾ ടൈം ടെൻഷനിൽ പഠിക്കാൻ തോന്നും. ശരിക്കും പറഞ്ഞാല് കുട്ടികൾ ഒരു 20% സിൻസിയർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ആവിലാദ്യമൊന്നും ഉണ്ടാവില്ല. ശരിക്കും പഠിക്കുന്ന കുട്ടികൾ ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, 10 പ്രാവശ്യം വായിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുക എന്നുള്ളത് ലേണിംഗ് എന്നാണ് നമ്മൾ ട്രാൻസ്ലേഷൻ സാധാരണ ഉപയോഗിക്കുക. അതിന് പകരം, ലേണിങ്ങിന് പകരം അണ്ടർസ്റ്റാൻഡിങ് ആണ് ആവശ്യം. ലേണിംഗ് വിൽ എൻഡ് വൺസ് യു റൈറ്റ് എക്സാം. എക്സാം എഴുതി കഴിഞ്ഞാൽ ലേണിങ്ങിന്റെ കഥ തുറന്നു. അത് ബുദ്ധിയിലാണ് നടക്കുന്നത്, പഠനം ബുദ്ധിയിലാണ്. കാരണം അത് ലോജിക്കലി ചിന്തിച്ച് അനലൈസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിന് പകരം കൺസെപ്ച്വൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ആ കഴിവുണ്ടാവണം. ഇപ്പം ഡോക്ടർ TPS ജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ, ഞാൻ ജിയോഗ്രഫി പഠിപ്പിക്കുന്ന ചെറിയ UPSCയുടെ IASന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജിയോഗ്രഫി പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാണാം. അപ്പൊ ആ ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് നല്ലപോലെ അറിയുന്നത് കൊണ്ട് എർത്തിന്റെ റെവല്യൂഷൻ, റൊട്ടേഷൻസ് അറിയും, അതിന്റെ ആംഗിൾ അറിയും. അത് ഒരു ദിവസം 24 മണിക്കൂർ 360 ഡിഗ്രിയാണ് പോകുന്നത്. അതുകൊണ്ട് 1 ഡിഗ്രി എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യാം. പക്ഷെ അതേ സമയത്ത് ടെക്സ്റ്റിൽ നമ്മൾ ഉള്ളത് വായിച്ച് പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് അങ്ങനെ തന്നെ എഴുതുക ചെയ്യാം. അപ്പൊ ഈ എക്സാമിനേഷൻ ഫിയർ ഉണ്ടാവുന്നത് നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരം ആവലാദികളും വേവലാദികളും ഒന്നും ഉണ്ടാവില്ല. ഒരു എൻട്രൻസ് എക്സാമിന് തോറ്റാലും കുഴപ്പമില്ല, IITയിൽ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഭാവിയിൽ കുറച്ചുകൂടി വലിയ അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അയാൾ മാറും, ഉറപ്പാണ്. എക്സാമിനേഷനും പഠനവും മാത്രം ആണ് എൻ്റെ ജീവിതം എന്ന് ധരിക്കുന്ന കുട്ടികൾക്ക് ആവലാതിയും വേവലാതിയും അവരുടെ പാരന്റ്സിന് മാർക്ക് കുറയുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷനും ഒക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു സ്വമേധയാ പഠിക്കാൻ താല്പര്യമുള്ള, അറിവിൽ വിശ്വാസമുള്ള ഒരാൾക്ക്, അറിവിൽ വിശ്വാസം, ഇതെനിക്ക് അറിയാം എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നു. ആ അറിവാണ് മിക്കവാറും MNC കമ്പനികളും മിക്കവാറും ഓൾ ഇന്ത്യ സർവീസ് ജോലികൾക്കും മിക്കവാറും നല്ല ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ചിട്ടുള്ള ആൾ നല്ല ടീച്ചർ ഒന്നും ആവണമെന്നില്ല. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ നല്ലൊരു ടീച്ചറാണ്. എന്താ കാരണം? എനിക്ക് അറിവുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ വിഷയത്തിൽ അറിവുള്ളത് കൊണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് അത് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറും. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ജോലിയിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ എക്സൽ ചെയ്യുക. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് പാരന്റ്സ്, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് പാരന്റ്സ് നല്ല സ്നേഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അടുത്തൊരു ചോദ്യം ഉള്ളത്, ഇപ്പൊ മാറിയ ഗ്ലോബൽ പരിതസ്ഥിതിയിൽ കൊറോണയുടെ സാഹചര്യത്തിൽ വിദേശ പഠനത്തിനുള്ള സാധ്യതകളിൽ കുറവ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ടാണോ വരുന്നത്? ഇന്ന് ശരിക്ക് വിദേശ യാത്ര എളുപ്പമാണ്. എന്ന് വെച്ചാല് നമ്മൾ ഡിജിറ്റലി യാത്ര ചെയ്യാണ്. അമേരിക്കയിലൊക്കെയുള്ള മിക്കവാറും യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസ്
ഓൺലൈൻ ആണ് പണ്ട് കാലത്തെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പോലെ ഡിജിറ്റൽ ആയിട്ട് മാറല്ല ഫ്ലെക്സിബിൾ സിസ്റ്റം. ഇവിടെയൊക്കെ നമ്മൾ പരീക്ഷ നടത്തും, അത് ഓൺലൈൻ നടത്തും. മാർച്ച് 10-ാം തീയതി എന്ന് പറഞ്ഞാൽ മാർച്ച് 10-ാം തീയതി തുടങ്ങും. അങ്ങനെയാണ്. അമേരിക്കയിലൊന്നും അങ്ങനെയല്ല, ഹയർ സ്റ്റഡീസിൽ പ്രത്യേകിച്ചു. കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ അല്ലല്ലോ കുട്ടികൾ സാധാരണ പുറത്തേക്ക് പോകുന്നത്. ഇപ്പം ഗ്രാജുവേഷന് കാനഡയിലൊക്കെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ തന്നെ അടുത്ത റിലേറ്റീവ്സ് ഇപ്പം അവര് കാനഡയിൽ ഗ്രാജുവേഷന് ചേർന്നു. അവർക്ക് വലിയ ഗുണം ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ കാനഡയിൽ പോയിട്ട് താമസിച്ച് പഠിക്കണമെങ്കിൽ ഉണ്ടാവുന്ന ചെലവ് വീട്ടിലിരുന്നിട്ട് അവനവന്റെ ഭക്ഷണവും കഴിച്ച് അച്ഛനും അമ്മയും കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ പാരന്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ ഇരുന്നിട്ട് കാനഡയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യല്ലേ. അപ്പൊ എല്ലായിടത്തും ഓൺലൈൻ പ്രോഗ്രാംസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് നടത്തിയിരുന്ന പല എക്സാംസും ഇപ്പൊ വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ ജർമ്മനിയിലാണ് പഠിക്കാൻ പോകുന്നത്. എനിക്കറിയുന്ന കുറെ കുട്ടികൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ പല എക്സാംസും വേവർ ചെയ്തു. അത് വേണ്ടാന്ന് വെച്ചു. അവർക്ക് അതില്ലാതെ തന്നെ അവിടെ അഡ്മിഷൻസ് കൊടുക്കാൻ തുടങ്ങി. കാരണം എന്താണ്, അവിടെയൊന്നും ഫിസിക്കലി പോകുന്ന ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ കിട്ടാതായി. അതുകൊണ്ട് അവർ കുറച്ച് സ്റ്റാൻഡേർഡ് കുറച്ചിട്ട് നിങ്ങൾ വന്ന് പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ, ഈ പരീക്ഷ എഴുതണ്ട, ഈ പരീക്ഷയിൽ എത്ര ഗ്രേഡ് കിട്ടിയാലും മതി എന്ന് പറഞ്ഞ് കുറച്ചു. അപ്പൊ പലതരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കോവിഡ് കൊണ്ട്. അമേരിക്കയിലൊക്കെയുള്ള സിസ്റ്റം എന്താ വെച്ചാൽ മിക്കവാറും യൂണിവേഴ്സിറ്റികളുടെ ഫീസ് പകുതിയായി കുറച്ചു. കാരണം ഫിസിക്കലായിട്ട് ക്ലാസ് ഇല്ല, മാഷന്മാരും ടീച്ചർമാരും അവിടെ പോകേണ്ട കാര്യമില്ല, ലാബുകൾ വർക്ക് ചെയ്യുന്നില്ല, ഓൺലൈൻ അഡ്മിഷൻസ് ആവുന്ന സമയത്ത് കോഴ്സുകളും അവരുടെ അക്കോമഡേഷൻ പ്രോബ്ലംസ് ഇല്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം കുറച്ചും കൂടി പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഡിജിറ്റലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പ്രയോജനകരമാവുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് സത്യം. അതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പം എത്ര പേർക്ക് അറിയുന്നറിയില്ല, എഡെക്സ്, കോഴ്സറ, അങ്ങനെ കുറേ ഓൺലൈൻ പ്രോഗ്രാംസ് ഫ്രീ ആയിട്ട് കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അവയൊക്കെ നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. MIT, കേംബ്രിഡ്ജ്, അത്തരം യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളൊക്കെ ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇപ്പൊ എനിക്കറിയുന്ന കുറെ കുട്ടികൾ അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകണം താല്പര്യമുള്ള കുട്ടികളോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ സബ്ജക്ട് കണ്ടുപിടിക്കുക, അതിലുള്ള കുറേ ഓൺലൈൻ കോഴ്സസ് ചെയ്തുകൊണ്ടേയിരിക്കുക, അങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് കാണിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട്. അത് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ ചെയ്ത് തന്നെ മലപ്പുറത്തൊക്കെയുള്ള എന്റെ കുട്ടികളുണ്ട്, ഗായത്രി എന്നൊക്കെ പറയുന്ന കുട്ടിയൊക്കെ മംഗലാപുരത്ത് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്, ഹിസ്റ്ററിയും ലിറ്ററേച്ചറും പൊളിറ്റിക്സും ഒക്കെ പഠിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ജേർണലിസം, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇത്തരം കുറേ കോഴ്സുകൾ പാരലലി പഠിച്ചു കഴിഞ്ഞു. എന്താ ഗുണം? ആ കുട്ടിയൊക്കെ എന്റെ കൂടെ നടുവിലെ ജ്ഞാനം എന്ന ക്യാമ്പിൽ എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുള്ള എന്റെ മക്കളെ പോലെയാണ്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്ക് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ക്രെഡിറ്റ് ആയിട്ട് കാണിക്കാം. ഓ, എനിക്കിത് താല്പര്യമുള്ള വിഷയമാണ്. അതിനനുസരിച്ച് അവർ ഫെലോഷിപ്പ് കൊടുക്കും. ഈ കുറെ സബ്സിഡി ഉണ്ട്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ പോലെ വളരെ സ്ട്രിക്റ്റ് ഒന്നും അല്ല. അവരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ പൈസ കൂട്ടിയിട്ട് പിന്നെ റിഡക്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റേഷൻ ഫീ അത്തരം സംഭവങ്ങളൊന്നും അല്ല. അവര് മെറിറ്റ് അനുസരിച്ചിട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ എന്നാണ് അവിടേക്ക് അഡ്വർടൈസ്മെന്റും കാണാം. നമ്മൾ ഏറ്റവും നല്ല മെറിറ്റുള്ള കുട്ടികൾക്ക് അതിനുള്ള അഡ്വാൻറ്റേജ് കൊടുക്കും. അത് വർണ്ണഭേദ, ജാതി ഭേദ, പാർട്ടി ഭേദമന്യേ ആർക്കും വളരെ നല്ല പോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വളരെ സുഗമമായിട്ട് ഇതിനൊക്കെ എത്താൻ പറ്റും. പക്ഷെ അതിനൊക്കെ പോകണമെങ്കിൽ ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവണം, ടോഫലോ അല്ലെങ്കിൽ IELTS പാസ്സാവണം, GRE പാസ്സാവണം, ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാം വേണം, കാറ്റ് വേണം, GMAT വേണം. ഇത്തരം പരീക്ഷകളിലൊക്കെ നമുക്ക് വേണ്ടത് ലോജിക്കൽ സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽ. ഈ സംഭവങ്ങളൊന്നും സ്കൂളിൽ പഠിപ്പിക്കാത്തതാണ്. ഈ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കില്ല് ടീച്ചർമാർക്ക് തന്നെ ഉണ്ടോന്ന് സംശയമാണ്. പിന്നെ എങ്ങനെ അവർ പഠിപ്പിക്കാം? അപ്പൊ ഇത് കുട്ടികളെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ഫെയിൽ ആവുകയാണ് പതിവ്. അപ്പൊ ഏതെങ്കിലും കുട്ടികൾക്ക് അത്തരം, എനിക്കറിയാവുന്ന കുട്ടികളുണ്ട് 10 യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ 3 കോടി വരുന്ന ഫീസ് വരുന്ന സംഭവം ഫുൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്റെ കുട്ടികൾ. അപ്പൊ അത്തരം കുട്ടികൾ അവിടെ പോയിട്ട് 3 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് 4 ഫെലോഷിപ്പ് മേടിച്ച് ഏറ്റവും നല്ല സ്റ്റുഡന്റിന്റെ 4 അവാർഡുകൾ മേടിച്ചിട്ടുള്ള എന്റെ കുട്ടികളുണ്ട്. അവരൊക്കെ ഈ സാധാരണ കോളേജുകളിലൊക്കെ ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ അവരെ സ്മാർട്ടാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ സ്മാർട്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ അവരുടെ ലോജിക്കൽ റീസണിങ് നന്നാക്കണം, അനലിറ്റിക്കൽ സ്കില്ല് നന്നാക്കണം, മാത്തമാറ്റിക്കൽ എബിലിറ്റി നന്നാക്കണം, ഡാറ്റ അനാലിസിസ് നന്നാക്കണം. ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് അവരിൽ ഉണ്ടാക്കിയെടുത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ കുറേ സംസാരിക്കുന്നതല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ക്ലാസ് എടുത്തു. ഇപ്പൊ ഡോക്ടർ TPSന്റെ ടെലിഫോൺ നമ്പറും ഒക്കെ അവൈലബിൾ ആണ് തപ്പിയാൽ. ആ
ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കോണ്ടാക്ട് ചെയ്യാനും അവരുടെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും പറ്റുന്ന ഒരു എബിലിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയാം. മാത്തമാറ്റിക്സിലൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര നോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് കണക്ഷൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഗ്രാഫ് തിയറിയിലൊക്കെ അങ്ങനെയാണ് പറയാം. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള നമ്മുടെ പിള്ളേരുടെ കഴിവ് വളരെ കുറവാണ്. അത് കുറയുന്നത് കൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് സ്കില്ലാന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റാണത്. നല്ലപോലെ മലയാളം പറയാൻ പറ്റുന്ന ഒരാളെ കാണുമ്പോൾ അവരോട് സംസാരിക്കാനും അവരോട് ഇടപെടാനും അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ച് അവരുടെ ഉള്ളിൽ പെടാനും ഒക്കെ പറ്റുന്നില്ല. അത് സാധിക്കുമ്പോഴും മിക്കവാറും സ്ഥലത്ത് എബ്രോഡിലൊക്കെ പലപ്പോഴും കേരളത്തിലെ പോലെ അഡ്വർടൈസ് ചെയ്തിട്ട് ആൾക്കാർ എടുക്കാറൊന്നുമില്ല. എല്ലാ റെക്കമെൻഡേഷനിലാണ്. ആ റെക്കമെൻഡേഷൻ എന്താ വെച്ചാല്, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. ആ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് 400 കുട്ടികളെ കണ്ടു. അതിലൊരു 10 കുട്ടികൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ചോദിക്കും, ഈ ഇത്ര കുട്ടികളെ നമുക്ക് വേണം മാസ്റ്റേഴ്സ് ചെയ്യാൻ, നിങ്ങൾ ആരെ റെക്കമെൻഡ് ചെയ്യും? ഈ അറിയുന്ന 10 കുട്ടികളെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അവർക്കാണ് നമ്മൾ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കുക. അതുപോലെ അവിടുന്ന് അങ്ങനെ പോയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഏതെങ്കിലും അമേരിക്കയിലൊക്കെ മിക്കവാറും പ്രൊഫസർമാർ വർക്ക് ചെയ്യുന്നവരുമാണ്, കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എക്സ്പെർട്ടാണ്, അവിടെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലൊക്കെ കൺസൾട്ടന്റ് ആയിട്ടുള്ളവരാണ്, പ്രൊഫസർമാരാണ്. ഇവിടുത്തെ പോലെ പ്രൊഫസർമാർ വേറെ ജോലിക്ക് പോകാണ്ടിരിക്കൊന്നുമില്ല. അവർക്ക് ഇൻഡസ്ട്രി അറ്റാച്ച്മെന്റും അവര് ഫണ്ടിങ്ങും അവര് പ്രോജക്റ്റും ഒക്കെ എടുത്തിട്ടാണ് അക്കാഡമിക്സ് റൺ ചെയ്യുന്നത്. ആ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ റൂമുകൾക്ക് വ്യത്യസ്തമായ ആൾക്കാരുടെ പേര് കാണും. ആ പേര് കെല്ലി എന്ന് പറയുന്ന ഒരു പേര്, അത് കെല്ലി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഷൂ മേക്കർ എന്ന് പറയുന്ന ഒരു റൂം, അത് ഒരാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ആൾക്കാർ കൊടുക്കുന്ന ബിൽഡിങ്ങുകളും റൂമുകളുമാണ് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കാണും. അയാളുടെ ഒരു ലെക്ചർ നടക്കുകയാണെന്ന് വിചാരിക്കാം. അവിടെ 10-400 കുട്ടികൾ അറ്റൻഡ് ചെയ്യും. ഈ 400 പിള്ളേരും പോയിട്ട് അവരോട് സംസാരിക്കില്ലല്ലോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ ടാഗ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, ആ കുട്ടിയെ ഉടനെ പിടിച്ചിട്ട് ആ കമ്പനിയിലേക്ക് റെക്കമെൻഡ് ചെയ്യും. ആ കമ്പനിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് പിന്നെയും ഇവിടുത്തെ പോലെ അപ്ലൈ ചെയ്യലല്ല, കുട്ടികളെ പിടിക്കുകയാണ് ചെയ്യുക കമ്പനികൾ. പക്ഷെ എല്ലാവർക്കും ഒന്നും ആവണമെന്നില്ല കേട്ടോ, ഏറ്റവും ക്രീമായിട്ടുള്ള നല്ല കുട്ടികൾ. അപ്പൊ നല്ല സ്കില്ലുള്ള കുട്ടികൾ എബ്രോഡിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല പൊസിഷൻസ് കിട്ടും. അത്ര സ്കില്ലില്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു എബ്രോഡിൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോയിട്ട് അവിടെ പോയിട്ട് ഫെയിൽ ആയിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുള്ള കുറെ കുട്ടികളെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എബ്രോഡ് വലിയ സ്വപ്നാവുമല്ല വേണ്ടത്, ആ എബിലിറ്റി ഉള്ളവരെ എബ്രോഡിലേക്ക് പറഞ്ഞയക്കുക വേണ്ടത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച കണ്ട് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പോണ്ടിച്ചേരിയിലുള്ള അരബിന്ദോ എന്ന് പറയുന്ന സ്വാമിയുടെ പേരിലുള്ള ഒരു കോളേജിലാണ് ക്ലാസ് എടുത്തത്. ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, അരബിന്ദോന്റെ ബർത്ത്ഡേ അത് August 15 ആയിരുന്നു ഞാൻ ക്ലാസ് എടുത്തത്. ഇന്ന് August 15 ഇൻഡിപെൻഡൻസ് ഡേയെക്കാളും പ്രാധാന്യം ഈ കോളേജിലെ കുട്ടികൾക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ടാണ് എന്ന് ചോദിച്ച സമയത്ത് ഒരാൾക്ക് ഉത്തരവില്ല. കാരണം അത് സിലബസിൽ പെടുന്ന ചോദ്യമല്ല. ആ അദ്ദേഹത്തിന്റെ പേരിലുള്ള കോളേജിലുള്ള കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പാപ്പരത്വം ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം അങ്ങനെ സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സിവിൽ സർവീസ് എക്സാം എഴുതി. അത് മാത്രമല്ല, അദ്ദേഹം കിങ്സ് കോളേജ് ലണ്ടനിൽ പോയിട്ട് പഠിച്ചിട്ട്, അന്ന് കിങ്സിന്റെ അതേ ഇമ്പീരിയൽ ട്രഡീഷനുള്ള ഒരു കോളേജാണ്, അവിടെ പോയി പഠിച്ച് അവിടുന്ന് സിവിൽ സർവീസ് പാസ്സായി ഇവിടെ വന്ന് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്ററായി അങ്ങനെ മാറിയിട്ടുള്ള ഒരു മഹത്ത് വ്യക്തി. അവരെ പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പോരായ്മയാണത്. അപ്പൊ അതുകൊണ്ട് എബ്രോഡിൽ പോയി പഠിച്ചാൽ നന്നാവും, ഇവിടെ നന്നായി മോശമാവും എന്നുള്ള ധാരണയും തെറ്റാണ്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അതിലുള്ള എബിലിറ്റി ഉള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് കുറെ ടെസ്റ്റുകൾ. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് എബിലിറ്റി വേണം എന്ന് പറയുന്നത്? IELTS പാസ്സായ ഒരാൾ അവിടെ പോയാൽ എന്ത് പറ്റും? പ്രൊഫസർമാര് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നമ്പർ 1. ഇവിടുത്തെ പ്രൊഫസർമാരെ പോലെ അല്ല. അവരൊരു പ്രാവശ്യം വലിയൊരു വളരെ സ്ട്രിക്റ്റ് ഒന്നുമല്ല, അറ്റൻഡൻസ് എടുക്കില്ല. പക്ഷെ വളരെ സ്ട്രിക്റ്റും ആണ് ചില സംഭവങ്ങളിലൊക്കെ. അസൈൻമെന്റ് ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞാൽ അത് കിട്ടണം. അത് ആരെങ്കിലും കോപ്പി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവരെ പുറത്താക്കും. എനിക്കറിയുന്ന കുറെ കുട്ടികളുണ്ട് ലണ്ടനിലൊക്കെ. പിന്നെ അവിടെ പോയിട്ട് MBA BBA ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഫസ്റ്റ് ഇയറിൽ തോറ്റു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താക്കും. ആ രാജ്യത്ത് തന്നെ നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എംബസി പോയിട്ട് അവരുടെ എക്സാം സെന്റർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം പാസ്സായിട്ട് വിസ തിരിച്ചടിച്ചാലേ അവർക്ക് രണ്ടാമത്തെ ഇയറിൽ അവിടെ പോകാൻ പറ്റൂ. എത്ര പൈസ നഷ്ടം എന്ന് ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് നല്ല മെറിറ്റുള്ള കുട്ടികൾ, പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികൾ അതിന്റെ പാത്തിലൂടെ പോയാല് ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇന്ന് കോവിഡ് കാലത്ത് കുറച്ചും കൂടി എക്സ്പെൻസ് കുറഞ്ഞിട്ട്
വളരെ ലിബറൽ ആയിട്ട് നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ, കാരണം അവരുടെ നമ്പർ ഓഫ് സീറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. ഓൺലൈൻ ആയതുകൊണ്ട് അവർക്ക് ഫിസിക്കൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാവുന്ന ഫെസിലിറ്റീസ് ആണുള്ളത്. പിന്നെ പലപ്പോഴും ഇതുപോലുള്ള ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ് എംപ്ലോയബിലിറ്റിയും സ്കിൽ ഡെവലപ്മെന്റ്. സ്കിൽ ഡെവലപ്മെന്റ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ്, ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ ആണ് നമ്മുടെ ഒരു മെഷറിംഗ് ടൂളായിട്ട് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളും കമ്പനികളും എടുക്കുന്നത്. അതിനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ പരിമിതമായിട്ട് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്കില്ല് അക്വയർ ചെയ്യാൻ നമ്മൾ ഏതൊക്കെ രീതിയിൽ അതിനെ സമീപിക്കും എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടെ സപ്ലിമെന്റ് ആയി. ഇപ്പൊ എന്റെ BSc ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞൊരു കുട്ടി, ഞാൻ പറഞ്ഞല്ലോ MIT പോലെയുള്ള ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് പോകുന്നു. എത്ര പേരെ അപ്ലൈ ചെയ്യാം? 1,00,000 ആൾക്കാർ അപ്ലൈ ചെയ്യും. അതിനകത്ത് എത്ര പേര് അവർ ഇന്റർവ്യൂവിന് വിളിക്കും? ഒരു 10,000 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ 10,000 പേരിൽ 4 വർഷം 5 വർഷം കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ബിടെക് കഴിഞ്ഞിട്ടുള്ളവരൊക്കെയാണ് അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് അവരെ എക്വിപ്പ് ചെയ്യാം? ഇപ്പൊ എന്റെ വെബ്സൈറ്റ് www.drtps-shiksha.in, ആ വെബ്സൈറ്റില് ഇന്നിപ്പോ അത്ര എളുപ്പമാണ്, കാരണം കോളബിൾ റൂട്ടീൻസ് വളരെ അവൈലബിൾ ആണ്. അന്നൊന്നും അത്ര എളുപ്പമല്ല. എന്റെ യൂട്യൂബ് അതിനകത്ത് ലിങ്ക്ഡ് ആണ്, എന്റെ ലിങ്ക്ഡിൻ ലിങ്ക്ഡ് ആണ്, എന്റെ ട്വീറ്റ് ലിങ്ക്ഡ് ആണ്. എല്ലാ സംഭവവും അതുപോലെ കംപ്ലീറ്റ് ബ്ലോഗുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റിലേക്ക് വരും. ഇതൊന്നും ഒരു ബിടെക് കമ്പ്യൂട്ടർ സയൻസുകാരന് സിലബസ് പഠിക്കുന്നതല്ല, പക്ഷെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ആ സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്തായി? അവിടെ അഡ്മിഷൻ പോകുന്ന സമയത്ത് വാട്ട് യു ഹാവ് ഡൺ എക്സ്ട്രാ, അതാണല്ലോ ചോദ്യം. നിങ്ങൾ എന്താണ് പഠിച്ചതിൽ കവിഞ്ഞു ചെയ്തത്? ആ കവിഞ്ഞു ചെയ്യുന്ന സംഭവങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എന്ത് ധൈര്യത്തിൽ പറയാൻ പറ്റും നമുക്കത്? ഏത് കുട്ടികൾക്കാണ് അത് ചെയ്യാൻ പറ്റാത്തത്? കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ച് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അത്തരം സ്വന്തം പ്രോജക്റ്റുകൾ എടുത്തിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ എനിക്കറിയാം, ബിടെക് പിന്നെ അഗ്രികൾച്ചറൽ സയൻസിൽ ബിടെക് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം വലിയ മനുഷ്യനായി, വലിയ ആളായി. അയാൾ MTech അഡ്മിഷന് വേണ്ടിയിട്ട് IIT-യിൽ പോയ സമയത്ത് അയാളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ മിനിമം ഒരു 10 ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ബിടെക്കുകാരൻ ചെയ്തിട്ട് പിന്നെ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നത്. അത് എന്റെ മുമ്പിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് വളരെ മൈനർ പ്രോജക്റ്റ് ആണ്. മൈനർ പ്രോജക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യന് എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ബിടെക് പ്രോജക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആക്സെപ്റ്റബിൾ അല്ല. ഞാനൊരു പ്രോബ്ലം തരാം, ആ പ്രോബ്ലം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാം, എന്നിട്ട് പറയാം. IIT ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്ത് പറയണം? ഇത് കോളേജ് തന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്, ഇതാണ് എന്റെ ബയോഡാറ്റയിലുള്ളത്. പക്ഷെ ബിടെക് കഴിഞ്ഞ സമയത്ത് എന്റെ മെന്റർ എനിക്ക് നല്ലൊരു പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. ആ പ്രോജക്റ്റ് ഇന്നതാണ് ഞാൻ ചെയ്തത്. ആ ചെയ്ത പ്രോജക്റ്റ് കാണിച്ച സമയത്ത് IIT ബിക്കം റിയലി ഇംപ്രസ്ഡ്. ആ കുട്ടിക്ക് IIT-യിൽ അഡ്മിഷൻ കിട്ടാൻ കാരണം ബിടെക്കിന് പഠിച്ച സബ്ജക്റ്റോ മാർക്കോ ഒന്നുമല്ല. ആ അക്കാഡമിക്കിന് പുറത്ത് ഞാൻ കൊടുത്തൊരു പ്രോജക്റ്റ് മാത്രമാണ് ആ കുട്ടിക്ക് ഏബിൾ ആയിട്ട്. ആ ഇംഗ്ലീഷ് പോലും ശരിക്കും പറയാൻ പറ്റാത്തൊരു പയ്യനായിരുന്നു അവൻ. ഇംഗ്ലീഷ് പോലും പറയാൻ പറ്റില്ല, ഹിന്ദിയിലേ സംസാരിക്കുള്ളൂ. അങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരും. ഞാൻ കുറച്ചും കൂടി വൈകുന്നേരം കൗൺസിൽ ചെയ്യും, ചിലപ്പോൾ സബ്ജക്റ്റുകൾ പറഞ്ഞു കൊടുക്കും. അയാളുടെ ഒരു 3-4 ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ട് പിന്നെ IIT ബോംബെയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഇന്ന് $1 മില്യൺ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉടമയായി മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതാണ് സ്കിൽ ഡെവലപ്മെന്റ്. പ്രാക്ടിക്കൽ ആയിട്ട് ലോകത്തിന് ആവശ്യമുള്ള കുറച്ച് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് പ്രോജക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒന്നും സ്കിൽ ഡെവലപ്മെന്റ് അല്ല. കേരളത്തിലെ ASAP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഞാൻ കശാപ്പ് എന്നാ പറയാറ്, കേരള അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം. എല്ലാ പ്രോഗ്രാം, ഡാൻസിനും ഒരാളുണ്ടാവും, അയാൾ തന്നെ അഡീഷണൽ സ്കില്ലിനും ഉണ്ടാവും. ഹൈദരാബാദിലെ അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൊണ്ട് നടത്തിയ പ്രോഗ്രാമിന്റെ ഒരു പകർച്ചയായിരുന്നു അന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോയത്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയാണ് തുടങ്ങിയതെന്ന് തോന്നിയിരിക്കും. ഇവിടെ രാജശേഖർ റെഡ്ഡി ആയിരുന്നു അന്ന് ഇവിടുത്തെ അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ്ങിൽ ഞാൻ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. അവരോട് കൊടുത്തിട്ടുള്ള കാര്യം എന്താണ്? കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ആ സൂപ്പർ മാർക്കറ്റുകളിൽ എംപ്ലോയിഡ് ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചിട്ട് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് എങ്ങനെയാ ബാർകോഡ് റീഡ് ചെയ്യാൻ അറിയില്ല, എങ്ങനെയാ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാൻ അറിയില്ല,
എങ്ങനെയാണ് സാധനങ്ങൾ ക്രമമായിട്ട് വെക്കുക എന്നറിയില്ല. അതുകൊണ്ട് പല സൂപ്പർ മാർക്കറ്റുകളും അതിൻ്റെതായ ഒരു മേന്മ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു, നിങ്ങൾ വില്ലേജിൽ പോയിട്ട് 30 കുട്ടികളെ പഠിച്ചിട്ട് അവർക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കാം. ആ പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ് നിങ്ങളുടെ ചെലവിൽ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ജോലി കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ഒരു റൂൾ ഉണ്ടാക്കും, സൂപ്പർ മാർക്കറ്റിൽ ഇതിൽ നിന്ന് 10 പേരെ എംപ്ലോയ് ചെയ്താലേ ആ സൂപ്പർ മാർക്കറ്റിന് പെർമിഷൻ കിട്ടുള്ളൂ. അപ്പൊ ശരിക്കും സൂപ്പർ മാർക്കറ്റാണ് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്, ഗവൺമെന്റ് ആണ് ഇതിനെ പഠിപ്പിക്കാനുള്ള പൈസ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഒരു ചെലവുമില്ല, അവർക്ക് അഡീഷണൽ സ്കില്ല് കിട്ടി. ആ സ്കില്ല് വെച്ചിട്ട് രാജീവ് യുവകിരണാലു എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്. രാജീവ് യുവകിരണാലു, യുവത്വത്തിലുള്ള ആൾക്കാർക്ക് കിരണം കൊടുക്കുന്ന രാജീവ് ഗാന്ധിയുടെ പേരിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമാണ് സ്കിൽ ഡെവലപ്മെന്റ്, അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയ പ്രോഗ്രാം. അതെന്തിനാണ്? പ്രാക്ടിക്കലി 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഷ്ടി പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ എംപ്ലോയബിൾ ആയിട്ടുള്ള പ്രോഗ്രാം കൊടുക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്തരം പ്രോഗ്രാംസ് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോകത്തില് ഉള്ള സംഭവങ്ങളെ കുറിച്ചല്ല നമ്മൾ അറിയേണ്ടത്, ലോക്കലി നമുക്ക് ആവശ്യമുള്ള കുറെ സംഭവങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട്, പാലക്കാട് ഐക്കോൺ എന്ന് പറയുന്ന പ്രോഗ്രാംസ് നടത്തുമ്പോൾ 90 കുട്ടികളുണ്ട്. ആ 90 കുട്ടികളുടെ പാരന്റ്സിനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഏറ്റവും നല്ല ഒരു നൈപുണ്യ സംഭവം നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരെ തന്നെ ഡോക്യുമെന്റ് ചെയ്ത് അവർ പറഞ്ഞു, കൺസ്ട്രക്ഷനിൽ എനിക്ക് ഇന്ന കാർപ്പന്റർ ഉണ്ട്, മേസൺ ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് യു ക്യാൻ സ്റ്റാർട്ട് എ കൺസ്ട്രക്ഷൻ കമ്പനി. കുറെ പേര് ചേർന്നിട്ട് ടൈലറിങ് പഠിച്ചവരുണ്ട്, പക്ഷെ അവരൊന്നും ഫിനിഷ്ഡ് ആയിരുന്നില്ല. നമുക്ക് പല സംഭവങ്ങളും പഠിക്കും. നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്ക് എത്തുന്നില്ല. ആ ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്ക് എത്തുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി എഷ്യൂർ ചെയ്യാൻ പറ്റുന്ന തരത്തില് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അഗ്രികൾച്ചർ തന്നെ വലിയൊരു സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ഈ വെബിനാറുകളുടെ കാലം തുടങ്ങിയ കാലത്ത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജനുവരി വരെ, ഓഗസ്റ്റ് മുതൽ ജനുവരി വരെ 4-5 മാസം ഞാൻ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അഗ്രികൾച്ചർ പഠിക്കാനാണ്. ഞാൻ പ്രാഥമികമായിട്ടും പാരമ്പര്യമായിട്ടും അഗ്രികൾച്ചറൽ ഫാമിലി ആണെങ്കിലും അഗ്രികൾച്ചർ ശരിക്കും പഠിക്കണമെങ്കിൽ ഇന്നത്തെ അഗ്രികൾച്ചർ എനിക്കറിയില്ല, കാരണം കുറേ വർഷമായിട്ട് ഞാൻ വിട്ടുപോയിട്ടുള്ളതാണ്. പണ്ട് നാട്ടിപ്പണിക്ക് പോവും, അല്ലെങ്കിൽ കണ്ടം പൂട്ടാൻ പോയിട്ടുണ്ട്, കാലിനെ തീറ്റ എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ അഗ്രികൾച്ചർ പഠിക്കണമെങ്കിൽ ഞാൻ ആ തരത്തിലുള്ള പഠനം വേണമെന്ന് അറിഞ്ഞുകൊണ്ട് കുറേ സ്ഥലത്ത് പോയി പഠിച്ചു. ആ പഠനം വളരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം, അഗ്രികൾച്ചർ നല്ലൊരു ബിസിനസ്സാണ്. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഏബിൾ ആയിട്ടുള്ള സംഭവം. നമ്മൾ അഗ്രികൾച്ചർ പഠിച്ചാലുണ്ടല്ലോ, ഏറ്റവും നല്ല സ്ഥലം ലോകത്ത് പോയിട്ട് നിങ്ങൾ MS ഡിഗ്രിക്ക് പോയിട്ട് പഠിച്ചു. ഇപ്പം ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന, ഇവിടുന്ന് മാസ്റ്റേഴ്സ് എടുത്തിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള ഭരത് എന്ന് പറയുന്ന ഒരാള്, എന്റെ അടുത്ത സുഹൃത്ത്, എന്റെ ഭഗവത്ഗീത ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ടിരിക്കുന്ന ഭരത്, അദ്ദേഹം ചെയ്തിട്ടുള്ളത് അവിടെ 1.5 ഏക്കർ സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ 1.5 ഏക്കർ സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ട് കൃഷി നടത്തിയാല് അയാൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാവും. ഒന്ന്, അവിടെ റിസ്ക് ഇല്ല, കാരണം ഇൻഷുറൻസ് ഉണ്ട്. 2, പറ്റുന്ന എല്ലാ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. 3, വെള്ളം, മണ്ണ്, ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കൃഷിയിടങ്ങളിൽ തന്നെ എത്തിച്ചോളും. നമ്മൾ അതിന്റെ ഒരു സൂപ്പർവിഷനും, കാരണം എല്ലാം മെക്കനൈസ്ഡ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ കാണിച്ചാല്, അല്ലെങ്കിൽ ഏത് സംഭവത്തിലും നമുക്കൊരു സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നാളെ ഐ എം ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ്. ആദ്യം വേണ്ടത്, ഓരോ വ്യക്തിയും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താ വെച്ചാല് അവരെ 200% ബിസി ആയിട്ടുള്ളവരാക്കിയിട്ട് മാറ്റാം. തൂഷ്ണീഭാവം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. മടി എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇപ്പൊ എന്റെ മക്കള് 2 പേരും ചെറിയ പ്രായത്തിൽ തന്നെ വീട് ക്ലീൻ ചെയ്യാം, പിന്നെ കൃത്യമായിട്ട് സാധനങ്ങൾ ചെയ്യാം, സാധനം മേടിക്കാൻ പോവാം, അത് ബാർഗെയിൻ ചെയ്ത് സാധനം മേടിക്കാം. ഇതൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പൂനെയിൽ പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ഗാർഡിയൻ കൂടെ പോവാതെ സ്വന്തം പോയിക്കോളൂ എന്ന് പറഞ്ഞതാണ്. അത് കുറച്ച് റിസ്ക് ഉണ്ട്, പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായാല് ഐ എം ഷുവർ നാളെ നമുക്ക് അവരെ കുറിച്ച് വേവലാതിപ്പെടേണ്ട ഒരു അവസ്ഥ വരില്ല. അതാണ് സ്കിൽ ഡെവലപ്മെന്റ്. ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് അതാണ് ലൈഫ് സ്കിൽ. ഇപ്പൊ എന്റെ നാട്ടില് എന്റെ കൂടെ ജ്ഞാനം ക്യാമ്പിന് വരുന്ന കുട്ടികളെ ഞാൻ ലൈഫ് സ്കില്ലാ പഠിപ്പിക്കാം. കാരണം എന്താണ്, അവർക്ക് തുണി പിഴിയാൻ അറിയില്ല,
ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, 4 ആളോട് വർത്തമാനം പറയാൻ അറിയില്ല, സോഷ്യൽ സ്കിൽ ഇല്ല. ശ്രീധരേട്ടനൊക്കെ വന്ന് കണ്ടതല്ലേ ക്യാമ്പ്. നമ്മളത് ഡ്രമാറ്റിക്സ് വെച്ചിട്ടും ഡ്രാമ വെച്ചിട്ടും പല തരത്തില് ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുപോയി മിക്സ് ചെയ്ത് അവരെ മാറ്റിയെടുക്കുന്ന ഒരു 10 ദിവസത്തെ ക്യാമ്പ്. അത്രയും എളുപ്പമാണ്. കുട്ടികൾ വളരെ വയബിളും വളരെ ആക്സെപ്റ്റബിളും ആണ്. പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന പാരന്റ്സും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന പാരന്റ്സും അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനം കൊടുക്കാത്ത പാരന്റ്സും ഒക്കെയാണ് ഇന്നത്തെ നഷ്ടം. ചീറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി ഉണ്ട്, അത് കണ്ടാൽ കുറെ മനസ്സിലാവും. ഇന്നത്തെ പാരന്റ്സ് എങ്ങനെയാണ് പ്രഷറൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വിദ്യാഭ്യാസം വെറും കോമ്പറ്റീറ്റീവ് എക്സാംസും എൻട്രൻസ് എക്സാമുമായിട്ട് താഴ്ത്തപ്പെട്ടത് എന്നൊക്കെ ആ സിനിമയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല എബിലിറ്റി ഉള്ള കുട്ടികളാക്കി മാറ്റിയെടുക്കുക, അതാണ് വേണ്ടത്. അതാണ് സ്കിൽ ഡെവലപ്മെന്റ്. അത് ലൈഫ് സ്കില്ലാണ്. അത് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 4 ഡാൻസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചു എല്ലാവരും ഇപ്പൊ പഠിക്കുന്നുണ്ട്, അതല്ല ആവശ്യം. അതിന്റെ ഇന്റേണൽ പൊട്ടൻഷ്യൽ. ഇപ്പൊ പാട്ട് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന ഒരു കുട്ടി പാട്ട് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ കടപ്പയാദ്യം നമ്പർ സിസ്റ്റം ചോദിക്കും. അതിന്റെ തിയറിയും കൂടി അറിയണം. എന്തുകൊണ്ടാണ് മേളകർത്താരാഗത്തിന് ഇന്ന പേരിടാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പാട്ട് പഠിച്ചതൊന്നും കാര്യമില്ല. അത് വെറും പാവക്കൂത്താവും. അതിന്റെ തിയറട്ടിക്കൽ പഠിക്കണം. ഇപ്പൊ യോഗ പഠിക്കുന്ന സമയത്ത് കൊരകന്റെ രൂപത്തിൽ ചാടാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. യോഗ, അഷ്ടാംഗ യോഗ എന്താണ് പഠിക്കണം, അതിന്റെ തിയറട്ടിക്കൽ നോളജും കൂടി ഉണ്ടാകും. അപ്പൊ തിയറിയും പ്രാക്ടിക്കലും സമന്വയിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം മുകളിലേക്ക് പോവുക. അതല്ലെങ്കിൽ ഇപ്പം ഒരു എഞ്ചിൻ റിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഹീറ്റ് എഞ്ചിൻ എങ്ങനെയാ വർക്ക് ചെയ്യുക, കമ്പസ്റ്റൻ എഞ്ചിൻ എങ്ങനെയാ വർക്ക് ചെയ്യുക എന്ന് അറിയണമെന്നില്ലല്ലോ. അവൻ വെറും മെക്കാനിക്കായിട്ട് മാറും. പക്ഷെ ആ മെക്കാനിക്കിന് ഇതിന്റെ തിയറിയും കൂടി അറിയുമ്പോൾ, അതേ മെക്കാനിക്കിന് തിയറിയും കൂടി അറിയുമ്പോഴാണ് അയാൾ എഞ്ചിനീയർ ആവുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിന്റെ കുഴപ്പം എന്താണ്, അയാൾക്ക് തിയറി മാത്രമേ അറിയുള്ളൂ, പ്രാക്ടിക്കൽ അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടും അറിയണം. ആ രണ്ടും അറിയുമ്പോഴാണ് നമ്മൾ നന്നാവുക. അതാണ് സ്കിൽ ഡെവലപ്മെന്റ്. സ്കിൽ ഡെവലപ്മെന്റ് മാത്രം പോരാ, സഫീഷ്യന്റ് നോളജ് പ്ലസ് സ്കിൽ ഡെവലപ്മെന്റ് രണ്ടും കൂടി ഉണ്ടാവും. നല്ല നല്ല ചോദ്യങ്ങളാണ് ഈ ശ്രീധരേട്ടന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ തൊടാൻ അല്ലെങ്കിൽ തൊടാതിരുന്ന ഒരു മേഖലയും ഇല്ലാത്ത തരത്തിലാണ് ഇപ്പൊ കവർ ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പാരന്റിന് അറിയാവുന്ന എല്ലാ സംഭവങ്ങളും ഇത് ശരിക്കും വന്ന ചോദ്യമാണോ അല്ല ശ്രീധരേട്ടൻ ഉണ്ടാക്കിയ ചോദ്യമാണോ? രണ്ടും കൂടിയാണോ? സന്തോഷം. ചോദ്യങ്ങൾ വന്നിരുന്നു, കുറച്ച് ചോദ്യങ്ങൾ അല്ലാതെ സംശയങ്ങള് ഫോണിലൂടെ വിളിച്ച് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. സന്തോഷം. പയ്യന്നൂർ ഡയറീസിലെ ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുണ്ടെന്ന് കണ്ടതിൽ സന്തോഷം. പക്ഷെ നമ്മുടെയൊക്കെ ഫോൺ നമ്പർ കിട്ടിയിട്ട് ആകെ വിളിച്ചത് 3-4 പേരാണ്. ഇപ്പൊ ഇന്നലെ ഉണ്ണികൃഷ്ണന്റെ അടിച്ച സമയത്ത് ഞാൻ ഉടനെ ഉണ്ണികൃഷ്ണൻ സാറിനെ വിളിച്ച് പറഞ്ഞു. കാരണം നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതാണ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ആണ് കുട്ടികളുടെ ഉണ്ടാവും. പക്ഷെ എന്റെ കുറെ പഴയ ഏട്ടന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം. ഇപ്പൊ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. കുറെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരും കൂടി ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെയാണല്ലോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ. ഞാൻ കണ്ടു NK ഗോവിന്ദൻ, വിജേഷ്, രണ്ടുപേർക്കും നമസ്കാരം. ഗോവിന്ദ് വീഡിയോയിൽ വരൂ മാഷ്. ഞാന് കൊറേ വൈകി പോയി. ഞാൻ കണ്ടു ഇപ്പൊ കയറിയത്. ഓക്കെ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടില്ല. അധികമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ എല്ലാരും ഒരേ കാര്യം തന്നെയാ പറയണേ. പല ലിങ്കുകള് പലപ്പോഴും കിട്ടാറുണ്ട്, കയറാൻ പലപ്പോഴും പറ്റാറില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓൺലൈൻ പരിപാടികളുടെ ആധിക്യം നല്ലോണം ഉണ്ട്. അല്ല, ഞാൻ സാധാരണ പറയാറുള്ളത് ഫ്രീഡം ടു സ്പീച്ച് എന്ന് പറയുന്നതിന് പകരം ഇപ്പം ഫ്രീഡം ടു നോട്ട് അറ്റൻഡ് എന്നാണ് ജനങ്ങൾക്ക് വേണ്ടതെന്നാണ്. ഒരവസ്ഥയിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിന് ഞാൻ എടുക്കേണ്ടി വന്നതാണ്. അത് നീണ്ടുപോയി 11:30-12 മണി. വീട്ടിൽ വേറെ ആരുമില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അത്തരം സാഹചര്യം. അല്ല, ഞാനിപ്പം എന്റെ 8 മണി വരെയുള്ള ഒരു പ്രോഗ്രാം 5 മണി മുതൽ 8 മണി വരെ ആയിരുന്നു. അതിനിടയിൽ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതിനകത്ത് ചേരുന്നത്. ഇതിങ്ങനെ ശ്രീധരേട്ടൻ അറിയാം. ഇന്നലെ നമ്മൾ 9:30 കഴിയുമ്പോഴത്തേക്കാണ് എന്റെ പ്രോഗ്രാം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചു തീർന്നപ്പോ ഒരു 10:30 അപ്പം ഇതിങ്ങനെ ഒരു വലിയ വിപ്ലവം നടക്കുകയാണ് ഇതിലൂടെ. അതെ ഒരു ഇൻഫർമേഷൻ ഡിസമിനേഷൻ എന്ന് പറയാം. ആ രീതിയിൽ ഇത് വലിയൊരു സാധ്യത തന്നെയാണ് തുറന്നു തരുന്നത്.
ഞാൻ കഴിഞ്ഞ 500 ദിവസമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് കോമ്പൗണ്ട് വാളിന് പുറത്ത് പോയത് തന്നെ വളരെ വിരളമായിട്ട് ഒരു 4-5 പ്രാവശ്യമാണ്. 5 പ്രാവശ്യം മാത്രമേ ഞാൻ പോയിട്ടുണ്ടാവുള്ളൂ. സ്ഥിരം 365 ദിവസത്തിൽ 360 ദിവസവും ലോകം അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഞാൻ ഇപ്പൊ 500 ദിവസമായിട്ട് വീട്ടിനകത്തിരുന്ന് എല്ലാ ദിവസവും 1-2 മണിക്കൂറിന്റെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടാത്ത ദിവസങ്ങളില്ല. അപ്പൊ ഇത് വലിയൊരു സാധ്യത. ഈ കോവിഡിന് ശേഷവും ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രത്യേകിച്ചും ഈ ഒരു ബ്ലെൻഡഡ് എഡ്യൂക്കേഷന്റെ സാധ്യതകളെ കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ പലയിടത്തും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പരമാവധി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും ഭരണം UGC ആയിട്ട് ചില പ്രപ്പോസലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അത് ഒന്നും കൂടെ റിഫൈൻ ചെയ്യപ്പെടണമെങ്കിൽ സമൂഹത്തിൽ അത്തരം കുറെ ചർച്ചകൾ നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മിക്കവാറും ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് അവരുടെ മുഖം കാണില്ല, റെസ്പോൺസ് ഇല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ, ഞാൻ കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായി നിർത്തിയതാ പണി. കാരണം വെച്ചാൽ 200 പേരുടെ ക്ലാസ് ആണ്. കാരണം പണ്ട് 100 പേർക്ക് എടുക്കാവുന്നത് ഇപ്പൊ ഓൺലൈൻ ആകുമ്പോൾ 200 പേർക്കായി. അതിനകത്ത് ഒരാളും ഫേസ് കാണിക്കില്ല. അവരിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യില്ല. മിക്കവാറും ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിനേഷൻ കൊടുത്താലും അവർക്കറിയാം എങ്ങനെ കോപ്പി ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ മാർക്ക് മേടിക്കാനുള്ള മെത്തേഡുകളൊക്കെ കുട്ടികൾ വളരെ എളുപ്പം പഠിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡയലൂഷൻ വല്ലാണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊന്നല്ല എഫക്ട് ചെയ്തത്. എന്റെ ഫോക്കസ് കഴിഞ്ഞ ഒരു ജനുവരി മുതൽ ഒരു 4-5 മാസം ഏജ് 3 മുതൽ ഗ്രേഡ് 3 വരെയുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുള്ള, സൈക്കോളജിക്കൽ ട്യൂണിങ് ആവശ്യമായിട്ടുള്ള പ്രായത്തില് അവർ ഓൺലൈനിലും ഇല്ല, ഓഫ്ലൈനിലും ഇല്ല. അവര് വീട്ടിന്റെ ഉള്ളിൽ ആരെയും കാണാതെ സഹിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാപ്പ്, അത് ജീവിതത്തിൽ അങ്ങോളം അവരെ എഫക്ട് ചെയ്യും. അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്ട് വിൽ ബി ടു മച്ച്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാനൊരു ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ സെന്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ പണ്ട് ശ്രീധരേട്ടനും ഞാനും കൂടി പയ്യന്നൂർ തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. അത് ഞാൻ ഇപ്പൊ റിജുവനേറ്റ് ചെയ്തിട്ട് കുറെ സ്ഥലത്ത് നടത്താൻ വേണ്ടിയിട്ട് കുറെ എഫേർട്ട് നടത്തി. പക്ഷെ പാരന്റ്സിനൊക്കെ ഒരു ലതാർജിയാണ്. ചെറിയ ക്ലസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികൾക്ക് കളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ മാറ്റിയില്ലെങ്കിൽ ഇപ്പം 2 വർഷം നഷ്ടപ്പെട്ടു. ഇനി എത്ര കാലം ഇത് പോകും എന്നുള്ളത് നമ്മൾ അറിയാത്തിടത്തോളം കാലം ആ ഒരു റിജുവിനേഷൻ ആണ് എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഹയർ എഡ്യൂക്കേഷനൊന്നും അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. ഒരു ജനറേഷനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. അത് ഗ്രാൻഡ് പാരന്റ്സും പാരന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ കമ്പൈൻഡ് ഫാമിലി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വളരെ ന്യൂക്ലിയസ് ആയിട്ടുള്ള അച്ഛനും അമ്മയും അവരുടെ പേഷ്യൻസും അവരുടെ സഫറിങ്സും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത, അവർ ലോകം കാണാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പം കേരളത്തിലൊക്കെ ചിലപ്പോൾ വില്ലേജുകളിലൊന്നും അത്ര എഫക്ട് ചെയ്തതില്ല. പല സിറ്റികളിലും അവരുടെ അപ്പാർട്ട്മെന്റിന് പുറത്തവർ കണ്ടിട്ടില്ല കഴിഞ്ഞ 2 വർഷമായിട്ട്. ആലോചിച്ചൊക്കെ 3 വയസ്സുള്ള കുട്ടി 5 വയസ്സ് വരെ അപ്പാർട്ട്മെന്റിന് പുറത്ത് കാണാത്തൊരവസ്ഥ എങ്ങനെയായിരിക്കും? ഈ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പാരന്റ്സിന് ഒരു ധാരണയും ഇല്ല, അവർക്ക് താല്പര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം അവർ വളരെ ബ്ലൈൻഡ് ആണ്. കാരണം കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ പ്രോഡക്റ്റ് നന്നാവണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല അവരുണ്ട്, അബദ്ധത്തിലല്ലേ കുട്ടികൾ ഉണ്ടായി പോകുന്നത്. ഇപ്പം ആരോ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം ഇപ്പായിരിക്കും, കാരണം എല്ലാവരും വീട്ടിൽ തന്നെ അല്ലെന്നാണ്. ആ ഒരു അവസ്ഥയിലാണ് ലോകം പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്ട്. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് മനസ്സിലാവണമെങ്കിൽ ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ സൈക്കോളജിക്കൽ ഇമ്പാക്ട്. കുറെ പ്രബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് പഠനങ്ങളും പ്രബന്ധങ്ങളും ചർച്ചകളും വെബിനാറുകളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ ആ എഫക്ട് ചെയ്തവരെ നമുക്ക് റിപ്പയർ ചെയ്യാൻ ഇറിപ്പയറബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്, ഇന്റർപേഴ്സണൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഏജ് 3 മുതൽ ഗ്രേഡ് 3 വരെയാണ്. അതാണ് നമ്മുടെ പുതിയ NEP പഠന സമ്പ്രദായത്തിൽ ഇൻഫോർമൽ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നഴ്സറി അടക്കം NEP കൊണ്ടുവരാനുള്ള കാരണം കുട്ടികൾക്ക് ഈ ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ പോലും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല ഇപ്പം. അപ്പൊ NEP പ്രോമിസിംഗ് ആണ്. അത് ഏതൊരു, ഞാൻ കോട്ടയത്തങ്ങാണ്ട് കോളേജിൽ ക്ലാസ് എടുത്ത സമയത്ത് NEP പകരം കംപ്ലീറ്റ് രാധാകൃഷ്ണന്റെ പഴയ എഡ്യൂക്കേഷൻ പോളിസിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴും പലരും പറഞ്ഞു NEP അസലായിട്ട് സാർ ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു NEP അല്ല പറഞ്ഞത്, കാരണം ഇത് തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിവേഴ്സിറ്റി വാസ് സെയിം. അത് നമ്മൾ ഡയല്യൂട്ട് ചെയ്ത് മാറ്റി ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത് വലിയൊരു ഒരു പ്രശ്നമാണ്. അതുപോലെ നേരത്തെ ഒരു വർഷം പറഞ്ഞതിന്റെ സപ്ലിമെന്ററി ആയിട്ട് തന്നെ നമുക്ക് ഏത് പ്രശ്നങ്ങളിലും
അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ വിനിയോഗിക്കാൻ പറ്റുന്നവരാണ് വിജയം കണ്ടെത്തുന്നത്. അതെ, അല്ലാതെ അവസരങ്ങളിൽ പ്രശ്നങ്ങൾ കാണുന്നവരല്ല. അല്ല അല്ല. നമ്മളിപ്പോ കോവിഡ് മഹാമാരി എന്ന് പറഞ്ഞ പോലെ നമ്മളെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വരെ ഇതുപോലുള്ള സാങ്കേതിക വിദ്യയൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് അതൊരു അവസരമാണ്. അതെ, ഈ അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാത്ത കുട്ടികളാണ് പരാജയപ്പെടുന്നത്. അതെ, അവര് വേറൊരു രക്ഷിതാക്കളെ ഫേസ് ചെയ്യുന്ന വേറൊരു കാര്യം ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൂടുതലായിട്ട് പരാതിയായിട്ട് പറയുന്നത്. അതെങ്ങനെ ഹൗ ടു ഗെറ്റ് ഇറ്റ് റിസോൾവ്ഡ് അല്ല, ഹൗ ടു അത് ഒരു കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ ഇത് വിനിയോഗിക്കാൻ. ഈ സ്ക്രീൻ അഡിക്ഷൻ ആവാം, പക്ഷെ അത് നല്ല രീതിയിൽ അവരുടെ തന്നെ ഒരു കരിയർ, അവരുടെ ഒരു ഫ്യൂച്ചർ മൗൾഡ് ചെയ്യുന്ന രീതിയിൽ ഈ സ്ക്രീനിൽ കിട്ടുന്ന അവസരങ്ങൾ അവരെങ്ങനെ വിനിയോഗിക്കാൻ, അവരെ പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ഗൈഡൻസ്. ശ്രീധരേട്ട, ഞാൻ പണ്ട് നമ്മളിപ്പോ ഇന്ന് ഈ മൊബൈൽ അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ ഗ്ലൂ ടു ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നു TV അഡിക്ഷനെ പറ്റി ഇത്തരം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഒരേ ആൻസർ ആണ് ഇപ്പോഴും എനിക്ക് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പം ഡിജിറ്റലി ഒരു ക്യാമറ ഇവിടെ ഉണ്ട്, മറ്റൊരു ക്യാമറ ഇവിടെ ഉണ്ട്, ഞാനിവിടെ സ്ക്രീൻ ഗ്രാബ് ചെയ്യുന്നുണ്ട്, ഞാനാണ് ഗൂഗിൾ മീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞാനാണത് ഫേസ്ബുക്കിൽ ടൈ ചെയ്യുന്നത്, ഇവിടെ എന്റെ ഒരു ഓഡിയോ റെക്കോർഡർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്നും ഡോക്ടർ TPSന്റെ കയ്യിൽ ഒരു പേനയും പേപ്പറും ഇല്ലാതെ ഞാൻ ഇരിക്കില്ല. കാരണം എനിക്ക് ഇത് നോട്ട് ചെയ്യാതെ എന്റെ പഠനം തീരില്ല. ആ ഒരു നോട്ട് ചെയ്ത് ഞാനൊരു നോട്ട് ഉണ്ടാക്കി, ഇന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഇതിന്റെ യൂട്യൂബ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു 4-5 പോയിന്റ്സ് എന്റേതായി ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കാം. ഞാൻ ചോദിക്കുന്നത്, TV കാണുമ്പോ അല്ലെങ്കിൽ സിനിമ കാണുമ്പോ ഞാൻ കുട്ടികളോട് പറയാറുള്ളതാണ്, ഏറ്റവും നല്ല പാരന്റ്സ് ചെയ്യേണ്ടത് TV കാണാണ്ടിരിക്കണം എന്ന് പറയല്ല ചെയ്യേണ്ടത്. ഡിജിറ്റൽ ഏത് യൂട്യൂബിലും പോയി കണ്ടോട്ടെ. അതാ ഞാൻ പറഞ്ഞത് 200% അവരെ ബിസി ആക്കണം. എങ്ങനെ ബിസി ആക്കണം? നിങ്ങളിപ്പം ഇന്ന് പഠിച്ച സംഭവങ്ങൾ ഒരു നോട്ടിൽ എഴുതി വെക്കുക, ഒരു 200 പേജിന്റെ നോട്ട്. ഹിസ്റ്ററി പഠിക്കുന്നവരാണെങ്കിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ആൾക്കാരുടെ പേരും അവരുടെ സംഭവങ്ങളും സ്ഥലങ്ങളും ജിയോഗ്രഫിയും ഒക്കെയാണ്. വേർ, വെൻ, വൈ, വാട്ട്, ഹൗ എന്നാണ്. അപ്പൊ നമ്മൾ ഏത് കേൾക്കുന്ന ന്യൂസ് ആയാലും ഉടനെ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പൊ എല്ലാ കുട്ടികളും ചെയ്യേണ്ട സംഭവമാണ്. ഇപ്പം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നാളത്തെ ജനറൽ നോളജ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം നമ്മൾ TV-യിലൊന്നുമല്ല കാണാം. ഞാൻ TV കാണുന്നതിനേക്കാളും ന്യൂസ് എന്റെ കമ്പ്യൂട്ടറിൽ തന്നെ കാണാം. കാരണം ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത മറ്റൊരു വിൻഡോയില് എനിക്ക് ന്യൂസും കാണാം, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കാം. ആ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന എന്റെ ഒരു അറിവ്, അത് നാളത്തെ എന്റെ ടോക്കിന് ഞാൻ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഞാൻ കൺവെർട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് എനിക്ക് ആ നോളജ് എന്റെ കയ്യിലാവുന്നത്. ആ നോളജ് കയ്യിലാവുമ്പോൾ നമ്മൾ നോട്ട് ഉണ്ടാക്കേണ്ടി വരും. അത് എല്ലാ പാരന്റ്സിനും ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് കുറെ നോട്ടും പേപ്പറും പേനയും കൊടുത്തിട്ട് കമ്പൽസറി ഓരോ ദിവസം മിനിമം 20 പേജെങ്കിലും ജനറൽ ആയിട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവം. ഇപ്പൊ ക്ലാസ് നോട്ട്സ് പണ്ട് ടീച്ചേഴ്സ് കൊടുക്കുമായിരുന്നു. ഇതിപ്പോ ക്ലാസ് നോട്ട്സ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നോട്ടുകൾ എഴുതി ഉണ്ടാക്കുക. ആ എഴുതി ഉണ്ടാക്കുന്ന സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം യൂസ്ലെസ് ആവും. അതുകൊണ്ട് പാരന്റ്സ് 100% ചെയ്യേണ്ടത് മക്കളെ കൊണ്ട്, ഇപ്പൊ ഇന്നലെ ഞാൻ എന്റെ വൈഫിനോട് പറയായിരുന്നു, എന്റെ മകൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തില് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി 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 പഠിച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ നോട്ടുകൾ ഞാൻ സ്വന്തം എഴുതുന്നതുകൊണ്ടാണ്. അത് ഓരോ ദിവസവും പേപ്പറുകൾ ഇങ്ങനെ എഴുതി 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 തള്ളുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിനോദം. അപ്പൊ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ടേക്ക് നോട്ട് ആൻഡ് മേക്ക് നോട്ട്സ്. അത് സിനിമ കണ്ടാലും ഒരു TV പ്രോഗ്രാം കണ്ടാലും എന്ത് കണ്ടാലും. ഇപ്പം ഒരു റിയാലിറ്റി ഷോയില് ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ ഇന്ന രാഗത്തിലാണ് ഈ കുട്ടി പാടിയത് എന്ന് പറയുമ്പോൾ ആ രാഗത്തിന്റെ പേര് എഴുതി വെക്കുക. ആ രാഗം എന്താ, കാരണം മ്യൂസിക്കിൽ താല്പര്യമുള്ള ആണല്ലോ ആ റിയാലിറ്റി ഷോ കാണുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ഗെയിം കാണുകയാണെങ്കിൽ ആ ഗെയിമിന്റെ റൂള് ഉടനെ പോയിട്ട് പഠിക്കാം. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കുറേ ടാർഗറ്റ് ഉണ്ടാവും. കേൾക്കുന്ന കുറേ വൊക്കാബുലറി അങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് വൊക്കാബുലറിയുടെ കണ്ടന്റ് കൂടുമ്പോഴാണ്. നമുക്ക് എത്ര വേർഡ്സ് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ റിയാക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഡിക്ഷണറി പോയിട്ട് അത് എഴുതി പഠിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ജീവിതത്തിൽ കുറേ വേർഡുകൾ പഠിക്കാം. ആ വേർഡുകളുടെയൊക്കെ അർത്ഥം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാം. ഇത്തരം കുറെ അസൈൻമെന്റ്സ് ഇപ്പം ഞാൻ എന്റെ പഠിക്കുന്ന ജനറൽ നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അസൈൻമെന്റ്, പിന്നെ ഇന്ത്യയെ കുറിച്ച് അറിയാൻ. എന്താണ് ഇന്ത്യയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇന്ത്യയിലുള്ള ഏറ്റവും പ്രഗത്ഭരായ 1000 ആൾക്കാരുടെ പേരെഴുതുക.
അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം നമുക്ക് തോന്നും, പക്ഷെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്യണം? ഞാൻ ആ ബുക്ക് ശ്രീധരന് തന്നിട്ടുണ്ട്, മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. സിനിമയിലുള്ള ഒരു 10 പേരുടെ പേരുകളാണ്, സ്പോർട്സിലുള്ള 10 പേരുടെ പേരുകളാണ്. അതൊരു അസൈൻമെന്റ് ആണ്. ഇത്തരം അസൈൻമെന്റ് ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ് നമുക്ക് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കാം. ശ്രീധരേട്ട വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു 40-50 കുട്ടികളെ എടുത്താല് ഞാൻ ഐക്കോണിൽ ചെയ്ത പ്രോജക്റ്റ് പോലെ നമുക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഇത് വന്നതിന് ശേഷം 4-5 പേര് ചോദിച്ചു. ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട് എന്റെ കൂടെ, സ്ഥിരമായിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രസന്റേഷൻസ് ഉണ്ടാക്കി. ഇപ്പം അബുദാബിയിലൊക്കെ കുറെ 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് 2018 അങ്ങാണ്ട് ഞാൻ പോയിട്ട് ക്യാമ്പ് നടത്തി കഴിഞ്ഞിട്ടുള്ള ചില കുട്ടികളൊക്കെ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അവരെന്ത് ചെയ്യും? 2 ആഴ്ച കൂടുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് കൊണ്ടിട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ എൻവയോൺമെന്റ് ഉണ്ടാവും, ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും. അതിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് ചിലപ്പം അവരോട് തന്നെ ഞാൻ പഠിച്ച് പ്രസന്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അതിനകത്ത് കറക്ഷൻസ് കൊടുക്കും. അപ്പൊ അവരൊക്കെ ഇപ്പൊ തന്നെ 8ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ നല്ല പോലെ പവർ പോയിന്റ് പ്രസന്റേഷൻ, നല്ല അനിമേഷൻ, നല്ല പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചിലപ്പോൾ എന്നെക്കാളും നന്നായിട്ട് അവർ മെനക്കെടും. അങ്ങനെ മെനക്കെട്ടിട്ട് ചെയ്യുന്ന കുറേ നല്ല കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇപ്പൊ ലോകത്തിൽ എല്ലാവരെയും നന്നാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുട്ടികളെ നന്നാക്കണമെന്ന് പാരന്റ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ വെർച്വൽ പ്രോഗ്രാംസിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മോക്ഷ എന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്തി. ആ മോക്ഷ എന്ന് പറഞ്ഞ ക്യാമ്പില് ഇപ്പൊ നമുക്ക് ഫിസിക്കലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അപ്പൊ ആ കൊടുത്ത അസൈൻമെന്റ് കൊണ്ടുണ്ടായ ഗുണം എന്താണ്? അവരെല്ലാം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയി, അവർ ഡ്രാമ ഡയറക്ട് ചെയ്തു. ഡോക്ടർ ഇരിക്കുന്നത് അബുദാബിയില്, പേഷ്യന്റ് ഇരിക്കുന്നത് ദോഹയില്. അന്യോന്യം കൺസൾട്ടേഷൻ നടത്തുന്നതായിട്ട് ഷൂട്ട് ചെയ്തു. കുറെ എഡിറ്റിംഗ് ഒക്കെ ഞാനാണ് സഹായിച്ചത്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ. പക്ഷെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ഇങ്ങനെയാണോ വീഡിയോ എഡിറ്റിംഗ് നടത്തുക? അത് നമ്മൾ ഇവോൾവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പിന്നെ ഡ്രാമയായിരുന്നു. അതുപോലെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള അസൈൻമെന്റ്സ്, നിങ്ങൾ എല്ലാവരും വീട് ഫുൾ ക്ലീൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയക്കണം 5 മിനിറ്റില്. എന്ത് രസകരമായിട്ടായിരുന്നു ആൾക്കാർ. പിന്നെ കുവൈത്ത് നിന്നൊക്കെ നാട്ടിൽ വന്ന സമയത്ത് ഒരു കുട്ടി അവിടുത്തെ മുറ്റമടിക്കൽ മാത്രമല്ല, പുറത്തു പോലും അടിച്ചു വാരി ക്ലീൻ ആക്കി. അവിടുത്തെ ഒരു പ്രിൻസിപ്പളുടെ മകളാണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് കുറെ അസൈൻമെന്റ്സ് കൊടുത്ത് അവരെ ആക്റ്റീവായി, വളരെ ഇൻവോൾവ്ഡ് ആയി, വളരെ സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ആയി, അവർക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് ഫിസിക്കലി കാണുന്നില്ലെങ്കിലും വെർച്വലി ഇതിനുള്ള പൊട്ടൻഷ്യൽ വളരെ വളരെ കൂടുതലാണ്. അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എന്റെ അഭിപ്രായം. അതിന് പാരന്റ്സ് മുന്നോട്ട് വരണം, അതാണ് വേണ്ടത്. എല്ലാ പാരന്റ്സും ഒരു കുറച്ച് കുട്ടികൾക്ക് ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് ഒക്കെ കുറച്ചും കൂടി വയബിൾ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് അഡ്വർടൈസ് ചെയ്ത സമയത്ത് അബുദാബിയിലുള്ള എന്റെ ഒരു നടുവിലൊക്കെ വന്ന് എന്റെ കൂടെ ഞാനും ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഋഷിക പറഞ്ഞു, ഞാൻ ഇന്ന് 7ാം ക്ലാസ്സിലാണ്, പക്ഷെ എനിക്കും അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ എക്സലന്റ് ആയത്. അപ്പൊ അങ്ങനെ ഇപ്പൊ വാട്ട് ഇന്ത്യ നീഡ്സ് എന്നുള്ള സീരീസ് ഓഫ് പ്രോഗ്രാമില് കുറെ സീനിയേഴ്സ് സംസാരിച്ച സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കണ്ടുകൊണ്ട് ആ കുട്ടിയോട് ഞാൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ഷീ ഡിഡ് എ വണ്ടർഫുൾ പ്രസന്റേഷൻ. എനിക്ക് തോന്നുന്നു ആ കുറെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പ്രസന്റ് ചെയ്തതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് ശ്രീധരൻ ഉണ്ടായിരുന്നു എന്നല്ല അന്ന്. എന്ത് രസകരമായിട്ടായിരുന്നു ഋഷിക സംസാരിച്ചോന്ന് ആലോചിച്ചോളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൾ. അത് നമ്മൾ മെന്റർഷിപ്പ് ആണത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. ഇന്നും ഉണ്ട് എനിക്ക് മെസ്സേജ്. കാരണം 2-3 കൊല്ലം മുമ്പ് ഈ ദിവസം ഞാൻ അബുദാബിയിലെ ക്യാമ്പില് പങ്കെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ജനം ടിവിയില് എന്റെ റിപ്പോർട്ട് വന്നത് ഇന്നേ ദിവസമാണ്. അതെന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ അച്ഛനാണ് ആ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തത്. ആ കുട്ടിയുടെ അച്ഛനെ ഞാൻ അയച്ചു കൊടുത്ത സമയത്ത് ആ മെമ്മറീസ് ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു നീണ്ട പാരഗ്രാഫ് അയച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെറിഷ് ചെയ്യുന്നത്. ഈ ചെറിഷിങ് ആണ് നമ്മുടെ. അങ്ങനെ കുറെ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്പാർക്കുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സംവിധാനം നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്കൊരു ഡിഫക്റ്റ് ആയിട്ട് കാണുന്നത്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ല നമുക്ക് വേണ്ടത്. സ്പാർക്കുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാനും അവരെ ആ ലൈനിൽ തന്നെ ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള ഒരു മെന്റർഷിപ്പ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിലെ ബഹുസ്വരതയൊക്കെ പറയുമെങ്കിലും കുറേയൊക്കെ നല്ല രീതിയിൽ ഇതുപോലുള്ള പൊട്ടൻഷ്യലുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാനോ അവരെ ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ നമ്മുടെ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെ എംപ്ലോയബിലിറ്റിയും ക്രെഡിബിലിറ്റിയും നമ്മുടെ വിദ്യാർത്ഥികളുടെ മേന്മയും സ്കില്ലും ഒക്കെ നമുക്ക് പുറത്ത് കാണിക്കാൻ ഇതുപോലെ ഫൈൻ ട്യൂൺ ചെയ്തെങ്കിലും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിജേഷ് ഉണ്ട് നമ്മുടെ കൂടെ, KTK ഫൗണ്ടേഷന്റെ സെക്രട്ടറി വിജേഷ്. നമസ്കാരം വിജേഷ്. നമസ്കാരം. നമസ്കാരം.
സാർ നേരത്തെ പറഞ്ഞതില് ഈ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകളെ പറ്റി പറഞ്ഞല്ലോ, അതൊരു ചെറിയൊരു അഭിപ്രായമാണ്. അന്നേരം അതിൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആ വിശ്വാസ്യത, അപ്പൊ ആ കുട്ടി തന്നെയാണോ എക്സാം എഴുതുന്നത്, അത് നമ്മൾക്ക് എങ്ങനെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും? അതിനൊക്കെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ നടത്തുന്നത് പോലും ഇപ്പൊ നമ്മൾ ഓൺലൈൻ എടുക്കുന്ന സമയത്ത് തന്നെ അവർ ഹുക്ക് ചെയ്യും, നമ്മളെ ലോക്ക് ചെയ്യും. ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. അത്തരം കുറെ മെത്തഡോളജീസ് ഉണ്ട് ഇപ്പൊ. അതൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഒരാളെ ഇത് മാത്രല്ല, നമ്മളിപ്പം ഈ പല എക്സാമിനേഷൻസിനും നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അതിൽ മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈവേയിൽ 4 ചോദ്യം അതേ ഇതിനകത്ത് തന്നെ ചോദിച്ചാൽ പോരെ. അതിലൊന്നും അല്ല, എനിക്ക് തോന്നുന്നു ഈ സർട്ടിഫിക്കറ്റിന്റെ വിലയൊക്കെ പോയി കഴിഞ്ഞു. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ സർട്ടിഫിക്കറ്റിന് വലിയ പ്രാധാന്യം. ഇപ്പൊ അമേരിക്കയിലൊക്കെ ബിടെക് തീരുന്നതിന് മുമ്പ് എംടെക് അഡ്മിഷൻ കൊടുക്കും കുട്ടികൾക്ക്. ഇപ്പൊ മാസ്റ്റേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടൊന്നുമല്ല PhDക്ക് കുട്ടികൾ എടുക്കുന്നത്. അവിടുത്തെ ഗൈഡിന് അറിയാം ഈ കുട്ടിക്ക് അസറ്റ് ഉണ്ട്, അവര് PhDക്ക് എടുത്ത് അവരെ തുടങ്ങും. ഇപ്പൊ എന്റെ മകന് പോസ്റ്റ് ഡോക്ക് കിട്ടിയത് PhD വൈവ കഴിഞ്ഞിട്ടൊന്നുമല്ല, അതിനു മുമ്പേ പോസ്റ്റ് ഡോക്ക് തുടങ്ങിയിട്ട് 1.5 കൊല്ലായി. വൈവ് ഇപ്പോഴേ കഴിഞ്ഞിട്ടുള്ളൂ PhDയുടെ. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇനി എത്തിയിട്ടില്ല. സൂചിപ്പിച്ച പോലെ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോഴേ കുട്ടികളെ റെസ്പോണ്ട് ചെയ്യില്ല. 40 പേരുള്ള സ്റ്റുഡൻസിൽ 20 പേരൊക്കെ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ഗവൺമെന്റ് പറഞ്ഞിട്ട് നമ്മൾക്ക് അവരെ കൂടുതൽ ശാസിക്കാൻ വേണ്ടി പാടില്ല, ഈ അവസ്ഥയിലൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളൊന്നും മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും. അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോ പറഞ്ഞ മോക്ഷ എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ആദ്യം 160 പേര് വന്നിരുന്നു. കാരണം ഇത് ഫ്രീ പ്രോഗ്രാമാണ്. ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും 160 പേര് ജോയിൻ ചെയ്തു. ഈ 160 പേര് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ചെയ്തത് അവർക്ക് അസൈൻമെന്റ്സ് കൂട്ടി കൊടുത്തോണ്ടിരുന്നു. ഡെൻസിറ്റി കൂട്ടി വരുമ്പോ തന്നെ 150 പേരില് 60 പേരായി. ഇപ്പൊ ഞാനിപ്പം റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത് എന്റെ കുട്ടികളുടെ ആർട്ടിക്കിൾ കളക്ട് ചെയ്തതാണ്. ആദ്യം ഒരു 200 പേര് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ തെറ്റുകൾ തിരുത്തി അത് രണ്ടാമതും റിവൈസ് ചെയ്ത് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യാന്ന് ആലോചിച്ചു. 200 കുട്ടികളുടെ എസ്സേ വായിക്കണ്ടേ? ഈ ഒരു കുട്ടിക്ക് ഒരു കുട്ടിയുടെ എസ്സേ അല്ലേ ആ കുട്ടി വായിച്ച് കറക്റ്റ് ചെയ്യണ്ടു. അങ്ങനെ അവർ ബോറടിച്ച് മടുത്തിട്ട് 4 റിവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മതിയാക്കി. എനിക്ക് മതി, 60 തന്നെ വേണ്ടു. ഇപ്പൊ ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഇന്നത് കൊടുക്കണം എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, എല്ലാവർക്കും കഞ്ഞി കൊടുക്കാന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും വരുത്തിയിട്ട് വിളിച്ചിട്ട് ഞാൻ ബിരിയാണി കൊടുക്കുന്നതിൽ അവർക്ക് വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത്തരം മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ആണ് നമ്മളെ പോലെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഡു ഇൻ മൈ ലൈഫ്. അങ്ങനെ കുറച്ച് കുട്ടികളെങ്കിലും നന്നാക്കി എടുക്കുമ്പോഴാണ് എല്ലാ കുട്ടികളെയും ഇപ്പൊ എനിക്ക് MIT പഠിപ്പിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കുട്ടിയെ MIT പറഞ്ഞേക്കാം, എന്റെ മക്കളെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പറഞ്ഞേക്കുന്ന പോലെ എനിക്ക് ഞാനുമായിട്ട് എന്റെ കൂടെ ഇടപഴകുന്ന കുറച്ച് കുട്ടികളെയൊക്കെ നന്നാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് വി ഹാവ് ഡൺ സംതിങ്. ഒരു പ്രോഗ്രാം ഐക്കോൺ, അതിൽ 90 കുട്ടികളെയും എനിക്ക് നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 45 കുട്ടികളെ 50% കുട്ടികളെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് മാസ്റ്റേഴ്സിന് പല സ്ഥലത്തും പറഞ്ഞേക്കാൻ പറ്റുക. ദാരിദ്ര്യം കൊണ്ട് ഇവർ തോറ്റുപോകും, 10ാം ക്ലാസ് ജീവിതത്തിൽ ഒന്നും ആവില്ല എന്ന് മാത്രം പറഞ്ഞ് നടന്നവരെ MTech പഠിപ്പിക്കുകയും വലിയ റിസർച്ച് ലാബോറട്ടറികളിൽ സയന്റിസ്റ്റ് ആക്കാൻ മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ നമുക്കത് പറ്റും. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് ലൈഫ് ലൈൻ. വിജേഷ്, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നമ്മൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് താല്പര്യമുള്ള സംഭവം ഒന്നും ആയിരിക്കില്ല. പല ദിവസവും ഇത് മതിയായി, ഇതൊന്നും സ്പെൻഡ് ചെയ്തിട്ട് സമയമില്ല എന്നൊക്കെ തോന്നും. നമ്മൾ കുറെ വഴക്കും കേൾക്കും, കുറെ പരാതികളും വഴക്കും ഒക്കെ കേൾക്കും. നമ്മൾ കുറെ ക്ഷമയോടുകൂടി ഒരു ദിവസം 1000-ലധികം വാട്സപ്പിന് മെസ്സേജ് അയക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ട് എന്റെ തിരിച്ച് മെസ്സേജ് കിട്ടിയില്ല എന്ന് ശ്രീധരൻ പറയാൻ പറ്റുമോ നോക്കൂ. കണ്ടിന്യൂസ് ഐ വിൽ സെൻഡ്. എന്റെ നമ്പർ ഓഫ് പോസ്റ്റിങ്സ് നോക്കും. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ടൈം, പക്ഷെ അത് കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വേറൊരു കാര്യം. ഇനി അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതില് ഒരു 4-5 പേര് ഇറ്റ് ഈസ് വണ്ടർഫുൾ, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതാണ് നമ്മുടെ ലൈഫ് ലൈൻ. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഞാൻ എന്റെ യൂട്യൂബിൽ പോയി നോക്കും, എന്റെ യൂട്യൂബിൽ ആരെങ്കിലും എഴുതിയതില് എന്തെങ്കിലും കമന്റ് ഉണ്ടോ. കുറെ നെഗറ്റീവ് കമന്റ്സും വൾഗർ കമന്റ്സും എല്ലാം വരും. ഇതൊക്കെ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മള് ബ്ലോക്ക് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ആൾക്കാർ വളരെ കൂടുതലായിരിക്കും. കാരണം അവരെല്ലാ പൊട്ട വെബ്സൈറ്റിന്റെയും അഡ്രസ്സ് പോലും അതിനകത്ത് ഇട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ കമന്റ് ഇടാറുള്ളൂ. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്കൊരു 10 നല്ല കമന്റ് കിട്ടുന്ന സമയത്ത് വി ഫീൽ വി ഹാവ് ഡൺ സംതിങ് ഇൻ അവർ ലൈഫ്. ഇപ്പൊ ഇന്നിപ്പം ഇതിനകത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജുകൾ. ഇപ്പം VM മോഹനൻ വെരി ഗുഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നോ, കാരണം നമ്മൾ അടുത്തറിയുന്ന ഒരു സുഹൃത്ത് അങ്ങനെ പറയുക, നമുക്ക് കുറെ ഭക്ഷണം തന്നിട്ടുള്ള ഒരാളാണ് VM മോഹനൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോരാളെയും കാണുമ്പോഴാണ് ഇതിപ്പോ നമ്മൾ ഇത് ചെയ്യുന്നോണ്ടല്ലേ അങ്ങനെ പറയുന്നത്.
അല്ലെങ്കിൽ ഞാനും ശ്രീധരേട്ടനൊന്നും ജീവിതത്തിൽ കണ്ടുമുട്ടില്ലല്ലോ. അപ്പൊ നമ്മള് വിജേഷിനെ കാണുന്നതും ശ്രീധരേട്ടനെ കാണുന്നതും പിന്നെ ഗോവിന്ദൻ സാറിനെ കാണുന്നതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റികളിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആയതുകൊണ്ടാണ്. അത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പൊ പ്രകാശ് AV, നടുവിൽ എന്റെ അഭിമാനം, TPS സർ നമസ്തേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഒരു ദിവസം 4-5 വെബിനാറുകളൊക്കെ നടത്തുന്നത്. പ്രകാശ് ആദ്യം ഒരു പരാതി പറഞ്ഞിരുന്നു. ഞാൻ ഞങ്ങളുടെ പോസ്റ്റില് പയ്യന്നൂരിന്റെ സ്വന്തം TP ശശികുമാർ എഴുതിയപ്പോ പയ്യന്നൂരിന്റെ സ്വന്തം നിലയിൽ ഒരു ചോദ്യം വെച്ചിട്ട് പ്രകാശ് ഒരു പോസ്റ്റ്. അല്ല, അതിന് പ്രകാശിന് ഉത്തരം പറയേണ്ടത് പിന്നെ 2 മക്കളുണ്ടായാലും അച്ഛനും അമ്മയും എന്റെ സ്വന്തം തന്നെയാ നമ്മൾ പറയാം. 1/2 അച്ഛൻ 1/2 അമ്മയാണ് എന്റെ ബന്ധം എന്ന് പറയാറില്ലല്ലോ. എത്ര മക്കളുണ്ടായാലും അച്ഛന് മക്കള് സ്വന്തം, മക്കൾക്ക് അച്ഛൻ സ്വന്തം. ആ സ്വന്തം എന്ന് പറയുന്നത് 100% നല്ല അർത്ഥം, ഇന്റിമസിയാണ് കാണിക്കുന്നത്. ബെസ്റ്റ്. ഒന്ന് ശാസ്ത്രീയ വിഷയങ്ങളിലെ സാധ്യതകൾ, ഉപരിപഠന സാധ്യതകൾ ഇപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയാകർഷിച്ചില്ലേ. എഞ്ചിനീയറിംഗ് പഠനത്തിലുണ്ടായിരുന്ന ഒരുപാട് ബാക്ക്ലോഗ്സ് അല്ലെങ്കിൽ ഒരുപാട് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മാന്ദ്യം ഒക്കെ വന്നതോടുകൂടിയിട്ട് പ്യുവർ സയൻസിലേക്കും ഈ ഹ്യൂമാനിറ്റീസിലേക്കും കുട്ടികൾ കൂടുതലായിട്ട് നീങ്ങുന്നുണ്ട്. അവരുടെ ഒരു സാധ്യതകൾ കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഈ പ്രൊഫഷണൽ കോളേജുകൾക്ക് വളരെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ജോലി കിട്ടാൻ എളുപ്പമാണ്. അതാണ് IT ടെക്നോളജിയിലും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടത്. പക്ഷെ ഈ നമ്പർ ഓഫ് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിയിൽ മെഡിസിൻ സെപ്പറേറ്റ് ചെയ്യാം. മെഡിസിനിൽ ഇപ്പൊ നമുക്ക് നമ്പർ ഓഫ് ആൾക്കാർ കുറവാണ്. എത്ര ഇട്ടാക്കിയാലും ചിലപ്പോൾ മതിയാവില്ല. കാരണം അത്രയും ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഫഷനാണ് മെഡിസിൻ എന്ന് പറയാം. പക്ഷെ ടെക്നോളജിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോക്രാറ്റ്സ് അല്ലെങ്കിൽ ടെക്നോളജി അറിയുന്ന എഞ്ചിനീയർ എന്ന് ER എന്ന് എഴുതാൻ ധൈര്യമുള്ളവർ 100-4 പേര് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാല് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ വളരെ മോശമായി മാറിയിട്ടുണ്ട്. അതല്ല ഏറ്റവും നല്ലതാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും നല്ല ജോലികൾ കിട്ടിയാണ്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടുന്നവർ കൂടുതലാണ്, പക്ഷെ എഞ്ചിനീയേഴ്സ് കുറവാണ്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പ്രൊഫഷണലി അവർ മോശമാണ്. അപ്പൊ നമുക്ക് പറ്റാത്തൊരു പണിയാണ് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പ്രൊഫിഷ്യൻസി ഇല്ല എന്നറിയുന്നവർക്ക്, അല്ലെങ്കിൽ കൃത്യമായിട്ടും 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിയുന്ന സമയത്ത് എനിക്ക് ഇന്ന വിഷയത്തിലാണ് താല്പര്യം. ഇപ്പൊ എന്റെ മകൻ, ഞാൻ വീട്ടിൽ കുറെ പൊളിറ്റിക്സ് സംസാരിക്കാറുണ്ടായിരുന്നു, എക്കണോമിക്സ് സംസാരിക്കാറുണ്ട്, സിവിക്സ് സംസാരിക്കാറുണ്ട്, ഇന്ത്യൻ ഹെറിറ്റേജ് സംസാരിക്കാറുണ്ട്, ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. സയന്റിസ്റ്റ് ആയിട്ട് പോലും എനിക്ക് അതിലൊക്കെയാണ് താല്പര്യം കൂടുതലും. അതിനാണ് കുറെ ഡിസ്കഷൻസും വരിക. കാരണം സയൻസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും ഹ്യൂമാനിറ്റീസും അത്തരം സോഷ്യൽ ഡിസ്കഷൻസും ആണ് കുറച്ചും കൂടി അപ്പീലിംഗ് ആവുക. പ്രത്യേകിച്ചും മക്കൾക്കൊക്കെ അതിനകത്തൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കണം താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ എന്റെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞത് അവന് കൊമേഴ്സ് പഠിക്കണമെന്നാണ്. കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് എക്കണോമിക്സിലാണ് താല്പര്യം വന്നത്. അത് മൈഗ്രേറ്റ് ചെയ്യാണ്. എക്കണോമിക്സും കൊമേഴ്സും പഠിച്ചു കഴിഞ്ഞ സമയത്ത് പൊളിറ്റിക്സിലാണ് താല്പര്യം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവന്റെ ബാച്ച്മേറ്റ്സില് ബിടെക് കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടുന്നവരെക്കാളും കൂടുതൽ ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് അവര് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്, സ്റ്റൈപ്പൻഡ് കിട്ടിയിട്ടുണ്ട്, എബ്രോഡിൽ ഇപ്പം പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്നു. അപ്പൊ കുറേ എക്സാമ്പിൾസ് നമുക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ഏത് വിഷയം പഠിച്ചിട്ടും കാര്യമില്ല. താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയത്തില് ഇപ്പൊ സാധാരണ കോളേജുകളിൽ ഹിസ്റ്ററി MA പഠിച്ചോണ്ടോ BA എക്കണോമിക്സ് പഠിച്ചോണ്ടോ ഒന്നും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ അത് നമ്മുടെ കമ്പനിയും കൂടി ബാധകമാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം, നല്ല ഒരു ബൂസ്റ്റ് ഉണ്ടാവണം, ആ നല്ല ലൈബ്രറി ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവണം, നല്ല പോലെ വായനശീലം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും നല്ല കോളേജുകളിൽ അറ്റ്ലീസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ പറ്റില്ലെങ്കിൽ മാസ്റ്റേഴ്സിന് പോകാനുള്ള ഒരു ഡ്രീമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഡ്രീം ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകുന്നത് വിചാരിക്കാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ബിടെക് പഠിച്ചിട്ട് പോകുന്നതിനേക്കാളും നന്നാവും. അതുപോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് ഇപ്പൊ സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇത്തരം വിഷയങ്ങളിൽ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, മാസ്റ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന PhD, ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കാതെ പഠിക്കാൻ പറ്റുന്നതാണെന്ന് ചിലർക്കൊക്കെ ധാരണയുണ്ട്. പക്ഷെ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ, താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പൊ മാസ്റ്റേഴ്സ് മാത്തമാറ്റിക്സ്, ഞാൻ മാത്തമാറ്റിക്സ് കഴിഞ്ഞ ഒരാളാണ്. പക്ഷെ മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ബിടെക് പഠിച്ചു കിട്ടുന്ന കുട്ടികളെക്കാളും കുറച്ചും കൂടി നമുക്കൊരു ഓപ്പൺ, കാരണം തിയറിറ്റിക്കൽ നല്ല നോളജ് ഉണ്ടാവണം. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിലാണ് നമുക്ക് ഗ്രാജുവേഷൻ ഉള്ളത്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റേഴ്സ് ലെവലിൽ വരുമ്പോൾ മിക്കവാറും മാത്തമാറ്റിക്സ് ആണ്.
ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഇവിടെ മാത്രമല്ല. അടുത്ത കാലത്ത് സെന്റർ ഫോർ ബയോടെക്നോളജി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് യോഗാ ദിനത്തിൽ ഞാനായിരുന്നു പ്രഭാഷകൻ. ആ പ്രഭാഷണം നടത്തുന്നത് അവിടുത്തെ ഡയറക്ടർ എനിക്കറിയാം. അപ്പൊ ആ ഡയറക്ടർ എന്ന് പറയുന്നത് ഫിസിക്സിലാണ് മാസ്റ്റേഴ്സ്. ഫിസിക്സ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറെല്ലാം കഴിഞ്ഞ് അതിനകത്ത് കുറെ റിസർച്ച് നടത്തിയത് കെമിസ്ട്രിയിലാണ്. ഫിസിക്സ് നിന്ന് കെമിസ്ട്രിയിലേക്ക് മാറി, കെമിസ്ട്രി നിന്ന് ബയോളജിയിലേക്ക് മാറി. അപ്പൊ നമുക്ക് തിയറട്ടിക്കൽ സബ്ജക്റ്റുകൾ പഠിക്കുന്ന ഒരാൾക്ക് ഈ ഷിഫ്റ്റിംഗ് വളരെ എളുപ്പമാണ്. ഇപ്പൊ എന്റെ മകൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മെറ്റീരിയൽ സയൻസിലേക്ക് മാറിയിട്ട് കെമിസ്ട്രിയിലേക്കും ന്യൂക്ലിയർ ഫിസിക്സിലേക്കുമാണ് മാറിയിരിക്കുന്നത്. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ബിടെക് പഠിച്ചോ സയൻസ് പഠിച്ചോ സോഷ്യൽ സയൻസ് പഠിച്ചോ എന്നുള്ളതല്ല, പഠിക്കാനുള്ള നമ്മുടെ ഒരു താല്പര്യവും കഴിവുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് സയൻസും ആർട്സും ആയിരിക്കും. അഭിനിവേശം, പഠിക്കാനുള്ള ത്വര, ആ ത്വര ഉണ്ടാവുമ്പോൾ അതെ വളർത്തിയെടുക്കണം. പക്ഷെ ഒരു കാര്യം സാധാരണ ഞാൻ പറയാറുള്ളത്, ഇപ്പൊ സയൻസ് ഞാൻ മാത്തമാറ്റിക്സ് PhD എടുത്തത് കൊണ്ട് എനിക്ക് MBA പഠിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം തന്നെ കൊമേഴ്സ് ആണ് പഠിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എനിക്ക് അന്യപ്പെട്ടു പോയേനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു താല്പര്യം നമുക്ക് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ഡൂയിങ് സയൻസ്, ബട്ട് ഡോണ്ട് ലീവ് യുവർ ഹ്യൂമാനിറ്റീസ് സയൻസ്. ഇപ്പൊ എനിക്ക് ഹിസ്റ്ററി ചിലപ്പം അല്ലെങ്കിൽ ജിയോഗ്രഫി സാധാരണ ഏത് മാസ്റ്റേഴ്സ് ലെവലിലുള്ള ആൾക്കാർ പറയുന്നത് പോലെ തന്നെ എനിക്ക് പറയാനും പഠിപ്പിക്കാനും പറ്റുമെന്ന് തോന്നാറുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് പറ്റും. ഇപ്പൊ ഫിലോസഫി ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ മിക്കവാറും ഇന്ത്യൻ ഫിലോസഫിയും അതും ഇതുമൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഫിലോസഫിയിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലെക്ചർ ഞാൻ അടുത്ത കാലത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പലപ്പോഴും നമുക്ക് വായിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയവും പറ്റും. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഡിഗ്രിയെക്കാളും കൂടുതൽ നിങ്ങളുടെ അറിവ് നന്നാക്കി. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ വാട്ട് ഇന്ത്യ നീഡ്സിലെ 2ാമത് ഗസ്റ്റ് ആയിട്ട് വന്നത് നടുവിലുള്ള എന്റെ ഒരു സുഹൃത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഫിസിക്സ് സർ സെയ്ദ് കോളേജിൽ പഠിച്ചതാണ്. എന്റെ മാഷിന്റെ മകനാണ്, കേശവ മാഷിന്റെ മകനാണ്. കേശവ മാഷ് മലയാളം അധ്യാപകനാണ്. ആ പയ്യൻ പഠിച്ചത് BSc ഫിസിക്സ്. BSc ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛന്റെ ഒരു ലാംഗ്വേജിലുള്ള താല്പര്യമൊക്കെ തുടങ്ങിയിട്ട് അവൻ ഒരു പ്രസ്സിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയില് ജോലി കിട്ടി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ കീഴില് ഒരു IT ഹെഡിനെ, അന്ന് IT ഒക്കെ തുടങ്ങിയ കാലം, IT ഹെഡിനെ ജോലി കൊടുത്തു. ആ IT ഹെഡ് അമേരിക്കയിലേക്ക് ഒരു ജോലി കിട്ടി പോയ സമയത്ത് അയാളുടെ ബോസ് ആയ കൃഷ്ണകുമാറിനെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ടെക്സാസ് എന്ന സ്റ്റേറ്റില്, അവിടെ എല്ലാ സ്റ്റേറ്റ് തമ്മിൽ IT കോമ്പറ്റീഷനാണ്. ആ ടെക്സാസ് എന്ന സ്റ്റേറ്റില് IT ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സ്റ്റേറ്റിന്റെ ഒരു ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടൈഗർ ഫോഴ്സിന്റെ ഹെഡ് ആയിരിക്കുന്നത് നടുവിൽ നിന്ന് പോയിട്ടുള്ള സർ സെയ്ദ് കോളേജിൽ പഠിച്ചിട്ടുള്ള BSc ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആളാണ്. ടെക്സാസ് സ്റ്റേറ്റിൽ IT നയിക്കുന്ന ടൈഗർ ഫോഴ്സിന്റെ ഹെഡ്. അദ്ദേഹത്തിന്റെ പ്രാഥമിക ജോലി എന്തായിരുന്നു? പേപ്പർ റിപ്പോർട്ടിംഗ് ആണ്. അതിൽ സ്പെഷ്യലൈസേഷൻ എന്തായിരുന്നു അറിയോ? സ്പോർട്സ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന് താല്പര്യമുണ്ടെങ്കിൽ എവിടെ നിന്ന് എവിടത്തേക്കൊക്കെ എത്താം. ഇങ്ങനെ അനേകം എക്സാമ്പിൾസ് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ത്വര, zeal for knowledge, quest for knowledge, which creates lot of questions. ഇപ്പൊ എന്നോട് ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ എനിക്ക് 1000കണക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ തിലകനും ഞാനും കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, സിനിമാ നടൻ. തിലകനോട് ഞാൻ എത്രയോ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണേ. അപ്പൊ നമ്മൾ ഓരോരാളെ കാണുമ്പോഴും ആ വിഷയത്തിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോഴാണ് ത്വര ഉണ്ടാവുക. ഇതില് EPSന്റെ വളരെ വൈഡായിട്ട് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഒത്തിരി ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ടാർഗറ്റ് IAS നമ്മുടെ കുട്ടികളെ കണ്ണൂരിൽ അടുത്ത കാലത്തായിട്ട് ഒത്തിരി സിവിൽ സർവീസസ് വിജയികളെ നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലും ദേശീയ തലത്തിലൊക്കെ നല്ല രീതിയിൽ വിജയം കൈവരിച്ച ഒട്ടേറെ സിവിൽ സർവീസിനെ ഉണ്ടാക്കിയ ഒരു നാടാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മൊത്തമായിട്ട് പറഞ്ഞത്. അതിന്റെ കുട്ടികളുടെ ഒരു ആസ്പിറേഷൻ കുറച്ചും കൂടി അത് അതിന് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഡായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ, ഒരു മാർഗനിർദ്ദേശം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം. അതിലേറ്റവും നല്ല ഒരു പുസ്തകം എന്ന് ഞാൻ എഴുതിയത് കൊണ്ടല്ല, എന്റെ സ്റ്റുഡന്റ് എഴുതിയത് കൊണ്ടും മാത്രമല്ല, വളരെ ക്രിസ്പായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പുസ്തകം. കുറച്ച് പേജുകളേ ഉള്ളൂ, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 10-80 പേജുള്ള ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യും.
എന്താണ് സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് എന്നാണ്. സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് IAS എത്താനുള്ള IPS എത്താനുള്ള ഏറ്റവും നല്ല മാർഗം. ആദ്യം അറിയേണ്ടത്, മിക്കവാറും ആൾക്കാർക്ക് ആസ്പിറേഷൻസ് ഉണ്ട്. ഞാൻ പറയാറുണ്ട് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് മാത്രമല്ല, ഇൻസ്പയർ ആസ്പയർ സക്സസ് എന്നും കൂടിയാണ്. ഇനി ഇൻസ്പയർ ആസ്പയർ സക്സസ് എന്ന് മാത്രമല്ല, ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ് എന്നുമാണ്. ഇപ്പൊ പഠിക്കുന്ന വിഷയത്തിലൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല, എനിക്ക് IAS ആവണം, അത് വെച്ച് പോവാ നല്ലത്. കാരണം 10ാം ക്ലാസ് വരെയുള്ള വിഷയത്തില് 100% വിവരം, മാർക്കല്ല, 100% അറിവ്, അത് ക്രിസ്പും ക്ലിയറും, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, വൊക്കാബുലറി എക്സലന്റ്. ഇപ്പൊ എനിക്ക് തന്നെ പയ്യന്നൂരിൽ തന്നെ എന്റെ കുറെ ആൾക്കാരുണ്ട്, കുട്ടികൾ. എനിക്ക് IAS താല്പര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു ദിവസം ചെയ്യൂ, ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നമുക്കൊരു ഡിസ്കഷൻ ആക്കാം, അതിന്റെ ഒരു ബ്രീഫ് എഴുതി തരൂ. അപ്പോൾ ആ ബ്രീഫൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഗ്രാജുവേഷൻസ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാനത് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവില്ല, നമ്മുടെ സമയം അവരെ മോശമാക്കാൻ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ആസ്പിറേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. ശരിക്കും പത്രവായന വേണം. ആ പത്രത്തിലുള്ള ഒരു പേജ്, ഒരു ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസില്, അത് മന്ത്രിക്ക് അസുഖം വന്നു, അല്ലെങ്കിൽ ഇന്നെടുത്ത് ഇന്നാള് കള്ളനെ കൊണ്ടുപോയി, അതൊന്നുമല്ല നമുക്കറിയേണ്ടത്. ഇന്റർനാഷണൽ ന്യൂസ്, ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്, ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഒരു ബ്രീഫ് ഉണ്ടാക്കിയിട്ട് അത് എന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് അതിനകത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലാണ് ഞാൻ സാധാരണ നടത്താറുള്ളത്. അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താറ്. അത് 6ാം ക്ലാസ്സുകാരനായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളായാലും ഇത് കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും, ഒന്നുകിലും നിങ്ങൾ മനക്കെട്ടോ അല്ലെങ്കിൽ മതിയാക്കി പോയിക്കോ, അല്ലെങ്കിൽ ഫൈൻഡ് സം മോർ ടൈം, പ്രിപ്പയർ ആൻഡ് കം ബാക്ക് ടു മീ. ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഏത് IAS കാരനായാലും ഏത് സർവീസിലിരിക്കുന്ന ആൾക്കും ഒരു കഴിവുണ്ടാവേണ്ടത് പാരാഫ്രൈസിംഗ് എന്നാണ്. അത് ഇംഗ്ലീഷില് മാഷന്മാർ കൊടുക്കുന്ന പാരാഫ്രൈസിംഗ് എക്സർസൈസ് പോലെ ചെയ്താൽ പോരാ. ഇത്രയും നമ്പർ ഓഫ് ഫയൽസ് ചുരുക്കി ചെറിയൊരു നോട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന കഴിവ് അവർക്കുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് സ്ഥിരമായിട്ടുള്ള വായന, അതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്. നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്. ഇത്രയും എന്നെ കേട്ടിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട്, എന്റെ ചില കുട്ടികളുണ്ട്, നോട്ട് ഉണ്ടാക്കിയിട്ട് ഉടനെ എനിക്ക് അയച്ചു തരും, ഓ ഇതൊക്കെയാണ് ഞാൻ കേട്ടതെന്ന്. അത് ചാറ്റ് ബോക്സിലിട്ട് എനിക്ക് ടെക്സ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്ത്, വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യുന്ന കുട്ടികൾ എനിക്കുണ്ട്. അതാണ് ഞാൻ അവരോട് പറയാറ്. എന്റെ ഏത് ടോക്ക് കേട്ടാലും, അത് ഫിലോസഫി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും, ഡു യു നോ ഹൗ ടു മേക്ക് എ നോട്ട് ഔട്ട് ഓഫ് ഇറ്റ്? ആ നോട്ട് എടുത്താലേ നമുക്ക് നോട്ടാക്കാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കും എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റണം. ആ കഴിവുണ്ടെങ്കിൽ ദേ ആർ ഫിറ്റ് ഫോർ, അതാണ് ടെസ്റ്റ്. നടത്താം, അത്തരം ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾ ഈ കോച്ചിങ് സെന്റേഴ്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് പൈസ മാത്രം മതി. എനിക്കറിയാവുന്ന കുറെ കുട്ടികൾ ഹൈദരാബാദിലൊക്കെ എത്രയോ സെന്ററുകൾ, പല സ്ഥലത്തും എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ 21st സെഞ്ചുറി ഡോക്ടർ TPS എന്ന് വിളിച്ചാൽ ഞാൻ IAS ക്ലാസ് എടുക്കുന്ന കാണാം. ഇവിടുത്തെ കോച്ചിങ് സെന്ററിൽ വിളിക്കാറുണ്ട്. അവർ കാശ് തന്നാൽ ഞാൻ മേടിക്കാറില്ല. കാരണം എന്റെ ഓട്ടോറിക്ഷക്ക് പോലും തികയാത്ത പൈസയാണ് അവിടെ മാഷന്മാർക്ക് 1 മണിക്കൂർ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ മാഷന്മാരുടെ ക്വാളിറ്റി എന്താവും. ഒരുവിധം ക്വാളിറ്റി ഉള്ളതൊന്നും അങ്ങനത്തെ സ്ഥലത്ത് പണിക്ക് പോകില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും കോച്ചിങ് സെന്ററുകൾ ആൾക്കാരെ പറ്റിക്കുകയും കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവർക്ക് കിട്ടാത്തപ്പോൾ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പണിയായിട്ടും മാറിയിരിക്കുന്നു കോച്ചിങ് സെന്റേഴ്സും ട്രെയിനിങ് സെന്റേഴ്സും. കൃത്യമായിട്ട് അറിയണമെങ്കിൽ കുറെ മെറ്റീരിയൽ കളക്ട് ചെയ്യാം, ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ ഡയറക്ഷൻ കിട്ടാനുള്ള ഏറ്റവും മിനിമം ഇത്തരം കുറെ ഗൈഡുകൾ ഉണ്ട്. ഞാൻ എഴുതിയത് കൊണ്ട് അതാണ് വളരെ സുലഭമായിട്ട് കുറെ പേർക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്തിട്ടും ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് ഫസ്റ്റ് ഗൈഡൻസ്. സെക്കൻഡ്, അത്തരം താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ 1-to-1 എന്ന് പറഞ്ഞാൽ അന്യോന്യം. പക്ഷെ അന്യോന്യം വരുന്ന സമയത്ത് എന്റെ കുറെ കുട്ടികളുണ്ട് ഇതൊക്കെ താല്പര്യമുള്ള, അവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയക്കും. അവരൊക്കെ ചിലപ്പോൾ കയറിയെന്ന് വരും. ഇപ്പൊ 10 മണിക്ക് വെച്ചാൽ ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ ഒരു ദിവസം തലേ ദിവസം നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഗൂഗിൾ മീറ്റിലൂടെ പരിചയപ്പെട്ട് സംസാരിച്ച് അവർക്ക് ക്വാളിറ്റി ഉണ്ടോ, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് കണ്ടിന്യൂസ് ആയിട്ട് 1000കണക്കിന് പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ പലരും സിവിൽ സർവീസിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്നും അക്കൗണ്ട് വെക്കാറില്ല, അവരുടെ ഒന്നും നമ്പറും ചോദിക്കാറില്ല, വിളിക്കാറുമില്ല. കുറെ പേരൊക്കെ കോൺടാക്ട് ചെയ്ത് തിരിച്ചു വരുന്നവരും ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ. അങ്ങനെ പല സ്ഥലത്തും, കേരളത്തിൽ മാത്രമല്ല, അമരാവതി എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദിയിലൊക്കെ നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ടുള്ള അമരാവതി ഡോക്ടർ TPS നടിച്ച IASന്റെ കുറെ പ്രോഗ്രാംസ് കാണാം. ബീഡ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, മീററ്റ്, അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ്.
അതെ, ശരിക്കും വേണ്ടത് 10ാം ക്ലാസ് വരെയുള്ള NCERT പുസ്തകം. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൂടി ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത് എന്റെ യൂട്യൂബ് ലെവലാണ്. NCERTയുടെ 7, 8, 9, 10, 11, 12 പറ്റുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, സിവിക്സ്, വൊക്കാബുലറി, ഇംഗ്ലീഷ് കൃത്യമായിട്ട് പഠിക്കാം. അതാണ് പ്രിലിംസിന്റെ ബേസിക് നോളജ്. പിന്നെ ഒരു എലക്റ്റീവ് നമ്മുടെ മെയിനിൽ ഏതാ പേപ്പർ എടുക്കേണ്ടതെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ടേസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം 20 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷ, അതില് 5 ലക്ഷത്തോളം ആൾക്കാർ പേടിച്ചിട്ട് എക്സാം ഹാളിൽ പോവില്ല. കാരണം ഒരു പ്രാവശ്യം എഴുതിയാൽ ഒരു ചാൻസ് പോകുന്നുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം തന്നെ ഞാൻ പിന്നെ കോട്ടയത്തുള്ളൊരു ബെസേലിയസ് കോളേജിലെങ്ങാണ്ട് IAS ട്രെയിനിങ് സെന്ററിന് വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആ നമ്പർ കുറച്ച് മാറുമായിരിക്കും വർഷങ്ങൾ കൂടുന്തോറും. ആ 5 ലക്ഷം ആൾക്കാരിൽ പ്രിലിംസ് പാസ്സാവുന്നവർ ഏകദേശം ഒരു പിന്നെ 20,000 പേരുള്ളത്. അതില് മെയിൻ പാസ്സായി ഇന്റർവ്യൂവിന് വരുമ്പോ ഏകദേശം നമ്മൾ 3000. പിന്നെ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ IAS കുറെ പേര് എടുക്കാത്തത്, അതിലുള്ള ക്വാളിറ്റി ഉള്ളവരെ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ അതിലൊരു 700 പേര് എല്ലാ സർവീസുകളും, ചെറിയ സബ്സിഡറി സർവീസ് കുറെ ഉണ്ട്. ഇന്ത്യൻ റവന്യൂ സർവീസ് കുറച്ചും കൂടി എളുപ്പമാണ് കിട്ടാൻ. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഉണ്ട്. ഇപ്പം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന ഒരു സ്ത്രീ കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് മാരേജ് കഴിഞ്ഞു പോയി. ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം 80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് IAS മെറ്റീരിയൽ കളക്ട് ചെയ്ത് കുട്ടി ഇരിക്കുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ കിട്ടിയത്. അങ്ങനെ കുറെ അക്കൗണ്ട്സ് സർവീസ്, ഓഡിറ്റിംഗ് സർവീസ്, കുറെ സർവീസുകളുണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് ഉണ്ട്. ബിടെക്കോ അല്ലെങ്കിൽ സയൻസോ ആണ് സബ്ജക്ട്. ഇപ്പൊ എന്റെ ഏട്ടനൊക്കെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ സീനിയർ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ ടി പി നാരായണൻകുട്ടി സർവീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബട്ടർഫ്ലൈയിൽ PhD എടുത്തത്. അപ്പൊ ആ താല്പര്യമുള്ളത് കൊണ്ട് ഫോറസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൽ പോയിട്ടുള്ള ആളാണ്. ഇപ്പൊ സയൻസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഫോറസ്റ്റ് സർവീസിലേക്ക് പോവാം. എക്കണോമിക് സർവീസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഈ 4 വിഷയങ്ങളിലാണ് എഞ്ചിനീയറിംഗ് എങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ പോവാം. ഇപ്പൊ ഈ ശ്രീധരനൊക്കെ എഞ്ചിനീയറിംഗ് സർവീസ് കിട്ടിയിട്ടുള്ളതാണ്. അത്തരം കുറേ സബ്സിഡറി ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ എക്കണോമിക് സർവീസ്, സ്റ്റാറ്റിസ്റ്റിക് സർവീസ്, ഈ സർവീസുകൾക്കൊക്കെ നമുക്ക് അതിനുള്ള പോസ്റ്റ് ഗ്രാജുവേഷന് പോയിട്ട് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ കിട്ടാവുന്നതാണ്. സിവിൽ സർവീസ് മേജർ, മെയിൻ സ്ട്രീം, സെൻട്രൽ സർവീസ് കൂടാതെ തന്നെ 53ഓളം സർവീസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിയുള്ള ഒരാള് കുറച്ച് മനക്കെട്ടിട്ട് സംഭവങ്ങൾ പഠിക്കാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന കുട്ടികൾക്ക് എളുപ്പമാണ് കിട്ടാനാണ്. കുറേ ഡിസ്കഷൻസ്, ഡോക്ടർ TPS IASന്റെ ഡിസ്കഷൻസ്, ഇത്തരം കുറേ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യാം. ഒരു നല്ലൊരു ഗ്രൂപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് അവരെ അതിനുവേണ്ടി പഠിപ്പിച്ച് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഇതിനൊക്കെ അത്യാവശ്യമായിട്ട് ഇപ്പം ഇന്റർവ്യൂ സ്കില്ല് വേണം, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം. അതൊക്കെ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, അതിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് ഇന്റർവ്യൂ സ്കില്ലിന് മാത്രമല്ല, ആ ലോജിക്കൽ റീസണിങ്ങിലും ഇതൊക്കെ ബാധകമാണ്. ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ചെറിയ ഒരു ട്രിക്ക് ഉണ്ട്. എവിടെ വായിച്ചാലാണ് നമുക്ക് അതിന്റെ ഹെഡിങ് കിട്ടുക, എവിടെ വായിച്ചാലാണ് സബ്ജക്ട് നോളജ് പൂർണ്ണമായിട്ടും കിട്ടുക. ഇത്തരം കുറെ ട്രെയിനിങ് പ്രോഗ്രാംസ്, ആ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ സ്കിൽ ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാംസ് നമുക്കാവാം. പക്ഷെ ഇതിനൊക്കെയുള്ള ഗൈഡൻസ്, അതിനൊക്കെയുള്ള ഡയറക്ഷൻസ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അത് വെർച്വലായിട്ട് നമുക്ക് ഒരു ആഴ്ചയിൽ 1-2 ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കുട്ടികളുണ്ട് വളരെ ആക്റ്റീവ് ആയിട്ടാണെങ്കിൽ അതില് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും, വായിച്ച് അസൈൻമെന്റ്സ് എടുക്കാൻ സിൻസിയർ ആയിട്ട് സീരിയസ് ആയിട്ട് അവനവൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാജുവേഷൻ വരെയൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടികൾ നന്നാവും. ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് ഞാൻ ലേഡി ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ഡൽഹിയിലുള്ള ഒരു കുട്ടിയുമായിട്ടുള്ള ഡിസ്കഷൻ ഞാൻ ഇന്നലെ മിഞ്ഞാന്നോ പോസ്റ്റ് ചെയ്തു, 2 ദിവസം മുമ്പ്. അത് സിവിൽ സർവീസിനെ കുറിച്ചുള്ള ആ കുട്ടിയുടെ കുറെ ഇനി നമുക്ക് NCERT ബുക്ക് മേടിക്കാനും ഇന്നിപ്പോ പുറത്ത് തപ്പിപ്പിടിച്ച് പോകുന്നു വേണ്ട. സിറ്റിയിൽ പഴയ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പുസ്തക.com, വെറുതെ വെബ്സൈറ്റിൽ പോവാ, പുസ്തക.com പോവാ, ആവശ്യമുള്ള എല്ലാ ബുക്കും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് എത്തിച്ചു തരും. എന്ത് എളുപ്പമാന്ന് നോക്കൂ ലോകം. അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഫിസിക്കലായിട്ട് ബുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ബുക്കും, എൻ്റെ അടുത്ത് എല്ലാ ബുക്കും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് പഠിക്കാനുള്ള താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് 10ാം ക്ലാസ് വരെയും 12ാം ക്ലാസ് വരെയുള്ള സിലബസിൽ ആരും ചോദ്യം ചോദിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. ഇതിന്റെയൊക്കെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, എളുപ്പമാണ്.
വളരെ ദീർഘമായിട്ട് ക്ലാസ്സുകൾ നീണ്ടുപോവാണ്. അതിനിടയിൽ 1-2 കാര്യങ്ങൾ കൂടി. നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ പോയി കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ ചോദിക്കുന്നതാണ് റോബോട്ടിക്സ്, അതുപോലെ പുതിയ പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ. ഈ ന്യൂ ജനറേഷൻ കോഴ്സുകളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാതെ തന്നെ ഈ കോഴ്സുകളിലേക്ക് എത്തിപ്പെടുകയും പിന്നെ എവിടെയും എത്താതെ പോവുകയും ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നാൽ ഈ ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്ക് കുട്ടികൾ തിരിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പറഞ്ഞു. ഒരു 100-ലധികം ചോദ്യങ്ങൾ സാധാരണ കോളേജ് അഡ്മിഷൻ വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതാണ്. അതിനൊക്കെ ഉത്തരം നമ്മൾ ഒരേപോലെ പറഞ്ഞു. കാരണം വെച്ചാൽ ഈ റോബോട്ടിക്സിൽ ഇപ്പൊ ഇന്ത്യയിൽ പഠിപ്പിക്കാൻ പറ്റുന്നത് ലൈൻ ഫോളോയിങ് റോബോട്ട് എന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റെപ്പിലേക്ക് ഇന്ന് റോബോട്ടിക്സ് പഠിപ്പിക്കാൻ മിക്കവാറും സ്ഥലത്ത് അത് നമുക്ക് 1000 രൂപയ്ക്ക് ഏത് ക്ലബിൽ പോയാലും ഇവിടെ കാണാൻ പറ്റുന്ന റോബോട്ടിക്സ് ആണ് മിക്കവാറും ട്രെയിനിങ് സെന്ററിൽ പഠിച്ചു കൊടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ റോബോട്ടിക്സ് പഠിപ്പിക്കുന്ന മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജിൽ പെടും. ഇപ്പം എയറോനോട്ടിക്സ് പഠിപ്പിക്കുന്ന പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലുണ്ട്. അവർ ഇതുവരെ എയർക്രാഫ്റ്റ് പോലും കാണാത്തവരാണ് പഠിപ്പിക്കുന്നത്. നമ്മളിപ്പം ARC ഏവിയേഷൻ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് കോക്പിറ്റിൽ പോയിട്ടുണ്ട്, നാവിഗേറ്റർ ആയിട്ട് പോയിട്ടുണ്ട്, നമുക്ക് GPS എന്താണെന്നറിയാം, നാവിഗേഷൻ എന്താണെന്നറിയാം, കോ പൈലറ്റിന്റെ പണിക്ക് അടക്കം നമ്മൾ പോവാറുണ്ട്. നമുക്കറിയാം ഇത് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ബിടെക് കാലത്ത് ഇതൊരു കോഴ്സ് പഠിച്ച് അയാൾ എയറോഡൈനാമിക്സ് പഠിച്ചു അല്ലെങ്കിൽ എയറോനോട്ടിക്സ് പഠിച്ചു എന്നുണ്ടെങ്കിൽ ഗുണം എയർക്രാഫ്റ്റിന്റെ ഒരു പഴയ മോഡൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കണ്ടം ചെയ്ത സാധനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഇലക്ട്രോണിക്സും ഉണ്ടാവില്ല, എഞ്ചിനീയറിംഗും ഉണ്ടാവില്ല. അപ്പൊ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലില് നാഷണൽ സെന്ററിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥലത്ത് മാത്രം പോകണം എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇപ്പം BCom വിത്ത് എയർപോർട്ട് മാനേജ്മെന്റ് കണ്ണൂർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് കാണാൻ 1000-ലധികം ആൾക്കാർ പാസ്സാവുന്നുണ്ടാവും. ഇതിൽ എത്ര പേര് എയർപോർട്ട് മാനേജ്മെന്റ് പോയിട്ട് എയർപോർട്ടിന്റെ അടുത്ത് കാണാൻ പറ്റുന്നവരുണ്ട്? ഇപ്പൊ കണ്ണൂർ എയർപോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് 3 കൊല്ലം മുമ്പ് എയർപോർട്ട് ടാറിങ് നടന്ന് ഫസ്റ്റ് റൺവേ വണ്ടി ഓടിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെ കൊണ്ട് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അത് കാണിച്ചു കൊടുക്കാൻ. അതൊക്കെ ഒരു റയർ ചാൻസ് ആണ്. അപ്പൊ നമ്മള് ഏത് ഫെസിലിറ്റിയും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇത്തരം സ്പെഷ്യലൈസേഷൻ ആ ടെക്നോളജി പഠിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേ പോവാം. നമ്പർ 1. നമ്പർ 2, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ലാബോറട്ടറീസും നാഷണൽ സെന്ററും ആവണം. ഇപ്പൊ DPharm എന്ന് പറയുന്ന ഫാർമസിയിൽ ഡോക്ടർ ഓഫ് ഫാർമസി ഇത് തുടങ്ങാൻ കാരണം ഫാർമസിയിൽ റിസർച്ച് ചെയ്യാനായിട്ടുള്ളവർക്ക് BPharm-ഉം DPharm-ഉം M.Pharm-ഉം ആയാല് പോരാ. കാരണം അത് ഫാർമസി നടത്താനുള്ള ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തുടങ്ങിയ പ്രോഗ്രാമാണ്. അവരതിന്റെ ഇന്റേണൽസ് ഒന്നും പഠിക്കില്ല. അപ്പൊ കുറച്ച് MBBS-ന്റെ ഭാഗവും കുറച്ച് ഫാർമസിയുടെ ഭാഗവും ബയോകെമിസ്ട്രിയും പാത്തോളജിയും ഒക്കെ പഠിപ്പിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള DPharm കുറെ ഡാറ്റ അനാലിസിസ് അത് പഠിക്കണമെങ്കിൽ എന്ത് വേണം? ഡാറ്റ ഇൻഫർമാറ്റിക്സ് അറിയണം. കുറെ ഇപ്പൊ കോവിഡ് നടക്കുമ്പോൾ കൊടുത്തുള്ള ഇഞ്ചക്ഷന്റെ ഡാറ്റ, ആ ഡാറ്റ അനലൈസ് ചെയ്യുന്ന കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാത്ത ഒരാൾ DPharm-ന് പോയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ആ കോഴ്സ് കണ്ടന്റ് മനസ്സിലാക്കണം. നമ്മൾ ഏത് കോഴ്സിന് പോകുമ്പോൾ അത് എന്ത് സ്പെഷ്യലൈസ്ഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, അതിൽ താല്പര്യം ഉണ്ടായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള സിലബസ് നോക്കി, സിലബസിന്റെ കണ്ടന്റ് നോക്കി, അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിൽ എന്തൊക്കെ എബിലിറ്റി വേണം, അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ചേരണം. അങ്ങനെ ചേരാൻ അറിയാത്തവര്, സ്പെഷ്യലൈസേഷൻ കൃത്യമായിട്ട് ഉറപ്പില്ലാത്തവര് ബേസിക് ആയിട്ട് അറിയുന്ന പ്രോഗ്രാമിന് പോവാണ് നല്ലത്. ഇപ്പം അങ്ങനെ കുറെ പ്രോഗ്രാംസ് വന്നു. മൈക്രോബയോളജി വന്നപ്പോൾ കുറെ പേര് അതിന് പോയി. മൈക്രോബയോളജി എന്ന് പറയുന്നത് 10⁻⁻6 സൂം ചെയ്തിട്ട് സെല്ലിനെ കാണാൻ പറ്റുമ്പോഴാണ് മൈക്രോബയോളജി. അത് കഴിഞ്ഞപ്പോൾ 10⁻⁹ സൂം ചെയ്ത് കുറച്ചും കൂടി ഉള്ളിൽ നോക്കാൻ പറ്റുന്ന നാനോ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് മൈക്രോബയോളജി ഔട്ട്ഡേറ്റഡ് ആയി. അപ്പൊ മൈക്രോബയോളജി പഠിച്ചവരും നാനോ ടെക്നോളജി പഠിച്ചവരും ഒക്കെ കാലങ്ങൾക്കനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ അവരുടെ ജോലി പോകും. ബയോടെക്നോളജി ബിടെക് കഴിഞ്ഞിട്ടുള്ള കുറെ കുട്ടികളെ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളത് MBA ക്ലാസ്സുകളിലാണ്. ഇപ്പം ചില നല്ല യൂണിവേഴ്സിറ്റികളിൽ, കേരളത്തിലുള്ള വലിയ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗം കേരളം കടന്ന തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെ ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ MBA MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഇതിന്റെ രണ്ടിന്റെയും കുട്ടികളെ കമ്പൈൻഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ ഒരു ബാച്ച് MBA കുട്ടികളുടെ തൊട്ടിപ്പുറത്ത് MSW. നിങ്ങൾ എന്റെ MSW ചേർന്ന് എന്റെ MBAക്ക് ചേർന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം ഇതിന് 10 ലക്ഷമാണ് ഡൊണേഷൻ, ഇതിന് 8 ലക്ഷമാണ് ഡൊണേഷൻ. അപ്പൊ അവരുടെ കോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത് എത്ര പൈസ കൊടുക്കാൻ പറ്റും, താല്പര്യം നോക്കിയിട്ടല്ല,
അതിൽ നോക്കിയ സമയത്ത് 80% കുട്ടികളും അതേ യൂണിവേഴ്സിറ്റിയിൽ ബയോടെക്നോളജി ബിടെക് കഴിഞ്ഞവരാണ്. എന്താ കാരണം? ബയോടെക്നോളജി ബിടെക് പഠിക്കുമ്പോൾ എന്താണ് ലോകത്തിലാവാൻ പറ്റുക, എവിടെ ജോലി കിട്ടും, ഇത് പഠിച്ചാൽ എന്താവും എന്നൊന്നും നോക്കിയിട്ടില്ല. പുതിയ കോഴ്സുകൾ ഇറക്കുക എന്നുള്ളത്, ഇപ്പം ഒപ്റ്റോമെട്രി, BSc ഒപ്റ്റോമെട്രി, നിങ്ങൾ ഏതെങ്കിലും ഐ ഡോക്ടറോട് ചോദിച്ചു നോക്കൂ, ഒപ്റ്റോമെട്രി പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ? അവർ കിട്ടില്ല എന്നേ പറയുള്ളൂ. അതേപോലെ കുറേ റേഡിയോളജി, ആ റേഡിയോളജി പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല ജീവിതത്തില് ഏതോ ഡോക്ടറുടെ കൂടെ ഏതോ ഡാർക്ക് റൂമില് ഈ മെഷീൻ കണക്ട് ചെയ്യലാണ് അവരുടെ പണി എന്നുള്ളത്. അവരുടെ ധാരണ ഇതെന്തോ പുതിയ കോഴ്സാണ്, ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ മലപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-40 കോളേജുകളിൽ ഇത്തരം കുറെ ലാബ് ടെക്നീഷ്യൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോഹയില് ഒരു കാലത്ത് ഗവൺമെന്റ് ഇത്തരം കുറെ കോഴ്സുകൾ തുടങ്ങി. ആ പേര് കേട്ട സമയത്ത് ഇവിടുത്തെ ചില യൂണിവേഴ്സിറ്റികൾ അത് തുടങ്ങി. ആ യൂണിവേഴ്സിറ്റികൾ എല്ലാ കോളേജിനും അപ്രൂവൽ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നല്ല ലാബോറട്ടറി, നാഷണൽ സെന്റർ, എന്തുകൊണ്ടാണ് സാധാരണ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലൊന്നും ഇതില്ലാത്തതൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം മനസ്സിലാവും. അതിന് അത്രയൊക്കെ ഡിമാൻഡ് ഉള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ജനറൽ കോഴ്സുകൾ പഠിച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ടീച്ചറെങ്കിലും ആവാം. അത് കഴിഞ്ഞ് BEdന് പോവാം. ഇപ്പൊ ടീച്ചർ ആവണം, BEd പഠിക്കണം. എവിടെ പോകണം? നമ്മൾ സാധാരണ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലാണ് പറയാം. കഴിഞ്ഞ പ്രാവശ്യം സിദി സാഹിബ് സ്കൂളിലെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ടീച്ചർ ഇംഗ്ലീഷ് പഠിക്കാനാണ് ലിറ്ററേച്ചർ. അപ്പോഴാണ് അതിന്റെ 2 ദിവസം മുമ്പാണ് ഞാൻ അഡ്വർടൈസ്മെന്റ് കണ്ടത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷന്റെ. ഞാൻ പറഞ്ഞു അവിടെ അപ്ലൈ ചെയ്തോളൂ. ആ ചെയ്തോളാം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അപ്ലൈ ചെയ്തോളൂ. ഇല്ല, 30-ാം തീയതിയാണ്. എന്താ ചെയ്യാത്ത? നാളെ മറ്റന്നാളോ ചെയ്തോളാം. ഞാൻ പറഞ്ഞു ഇന്ന് ഡേറ്റ് തീരുകയാണ്, ഇന്ന് രാത്രി. ഇന്ന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ ബിക്കം ഇൻവാലിഡ്. ആ കുട്ടിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അക്ഷയയിൽ പോയിട്ട് ആരുടെങ്കിലും ഹെൽപ്പ് ഉണ്ടായാലേ എനിക്ക് പറ്റുള്ളൂ. 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഗ്രാജുവേഷന് അപ്ലൈ ചെയ്യാൻ സർ അതിന് ഇതൊക്കെ വേണ്ടേ, ലാപ്ടോപ്പ് ഒക്കെ വേണ്ട. ഞാൻ ഒന്ന് മൊബൈലിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഫില്ലപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആണ് ആ കുട്ടിയെ ഞാൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതിന്റെ എൻട്രൻസ് എക്സാം കുറച്ചും കൂടി ടഫാണ്. അപ്പൊ പലപ്പോഴും കുട്ടികൾക്ക് മിസ്സാവുകയാണ്. ഈ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ ടീച്ചേഴ്സിന് താല്പര്യമില്ല, ടീച്ചേഴ്സ് കൊടുക്കുന്നില്ല. എവിടെയാ ചേരേണ്ടതെന്ന് ചോദിച്ചാൽ അതിനറിയില്ല. ബേസിക് ആയിട്ടുള്ള നാഷണൽ സെന്റർ ആണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് BEd കമ്പൈൻഡ് ആയിട്ട് 4 കൊല്ലം കൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഹോട്ട് കേക്ക്. അത് ഇംഗ്ലീഷിലായാലും മാത്തമാറ്റിക്സിലായാലും ഫിസിക്സിലായാലും. നമ്മൾ പല ബിർള പ്ലാനറ്റോറിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചീഫ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ കഴിഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ നോർത്ത് ഈസ്റ്റില് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയത്തിൽ പോകുമ്പോൾ മിക്കവാറും നല്ല ടീച്ചേഴ്സ് ഉടനെ ഞാൻ അങ്ങോട്ട് ചോദിക്കും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനാണ് പഠിച്ചാലേ എന്ന്. കാരണം അത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു സെന്റർ ഉണ്ടെന്നും അറിയില്ല. പലർക്കും അതിനകത്ത് ഒരു ഗൈഡൻസും കിട്ടിയില്ല എന്ന്. അത് ഉപയോഗപ്പെടുത്തണം. അപ്പൊ നാച്ചുറൽ ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന, ഡൈനാമിക് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതല്ല, സ്റ്റാറ്റിക് ആയിട്ട് കുറെ കാലങ്ങളായിട്ട് നിൽക്കുന്ന കുറെ നല്ല കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ ആണ് പ്രാധാന്യം ഗ്രാജുവേഷനിൽ കൊടുക്കേണ്ടത്. പോസ്റ്റ് ഗ്രാജുവേഷനിൽ വേണമെങ്കിൽ നമുക്ക് വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ പോകാം. ആക്റ്റീവ് ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് കുഴപ്പമൊന്നുമില്ല. കുറച്ചു കാലം നിന്നിട്ടില്ലെങ്കിലും പിന്നെയും സ്പെഷ്യലൈസേഷൻസ് മാറാൻ പറ്റും. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോവാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. സുദീർഘമായ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഏകദേശം 2 മണിക്കൂർ ആവാറായി, 1.25 മണിക്കൂറായി. 1.25 മണിക്കൂറായി. ഇനിയും നമുക്ക് ചോദ്യങ്ങൾ ആയിട്ട് വന്നിട്ടില്ല, എങ്കിലും ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നും ഇതുപോലുള്ള പരിപാടികളിൽ നമ്മുടെ കുട്ടികൾക്ക് മാർഗദർശനം നൽകാൻ പോലുള്ള ആൾക്കാർ മുമ്പോട്ട് വരികയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആവും ഈ പ്രോഗ്രാം എന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. കാരണം ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം പ്രക്രിയകൾ ചെയ്യുന്ന ഒരാൾക്ക് നാട്ടിൽ അങ്ങനെ ഒരു സംഭവം കിട്ടുക, അതും ഈ വെർച്വൽ കാലത്ത്. എനിക്ക് തോന്നുന്നു വെർച്വൽ കാലത്ത് പയ്യന്നൂർ ഭാഗത്ത് അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള ഏക ക്ലാസ്സിലായിരിക്കും ഞാൻ. അതെ, ലിമിറ്റഡ് ആയിട്ട് കോളേജുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ നടത്താറുണ്ടെങ്കിലും ഇത്രയും വൈഡ് ആയിട്ട് കവർ ചെയ്യുന്ന നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പിന്റെ 25,800 ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാൻ ഇന്ത്യ അല്ല, പാൻ വേൾഡ്, US-ലും എല്ലാത്തിലും ആൾക്കാർ കാണുന്നുണ്ടാവും. തുറന്നും ഇത് കാണുകയും അതുപോലെ അവർക്കൊക്കെ മാർഗനിർദ്ദേശം പറ്റുന്ന രീതിയിൽ സന്തോഷം മാത്രം. സന്തോഷം. ഇമെയിൽ അഡ്രസ്സും വാട്സപ്പ് നമ്പറൊക്കെ ശശിയെക്കുറിച്ചുള്ള കഴിഞ്ഞ പോസ്റ്റില്
ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നേരിട്ട് ശശിയെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ നാട്ടിന്റെ അഭിമാനമായ ഈ സകലകലാ വല്ലഭനെ നമുക്ക് ഇന്ന് നാളെ ഉണ്ട് ശ്രീധരേട്ടാ. നാളെ വൈകുന്നേരം ഇതേ സമയത്ത് ആണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, 5 മണിക്കാണോ 7:00 അറിയില്ല. ഹൗ ടു അപ്പിയർ ഫോർ ഇന്റർവ്യൂ എന്നുള്ളത് കുട്ടികളുടെ ഒരു സംഗമം ഏർപ്പാടാക്കി. ശരിക്കും ഞാൻ ഈ കാര്യത്തിൽ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നാളെ ഹൗ ടു അറ്റൻഡ് ഇന്റർവ്യൂ എന്നൊരു പ്രോഗ്രാം തന്നെയുണ്ട്. അപ്പൊ വെൽക്കം. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എല്ലാം ഇടാറുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വീക്കുണ്ട്. ഓൾവേസ് വെൽക്കം. സന്തോഷം. താങ്ക് യു. സന്തോഷം. വളരെ 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 സന്തോഷം. അപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യട്ടെ.